ഒന്നിരായ മാത്തുക്കുട്ടി അച്ഛനും എൽദോ അച്ഛനും ഈ ശുശ്രൂഷയുടെ ഭാഗമായി ദേവാലയത്തിലിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മക്കളും ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഒന്നിനായ എൽദോ അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞു, നോമ്പിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു പ്രകാശം നമ്മുടെ മുഖകാന്തിയും മുഖക്ഷോഭയും ദൈവസന്നിധിയിലുള്ള അടുപ്പം നിമിത്തം നമുക്ക് വർദ്ധിക്കുക എന്നതാണ്. അത് രണ്ട് തലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാം. മോശ സീനായ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി മടങ്ങി വന്നപ്പോൾ ദൈവ തേജസ് നിറഞ്ഞു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. പക്ഷേ താഴെ നിന്ന ജനം മോശ അനുഭവിക്കുന്ന പോലെ, മോശ പ്രാർത്ഥിക്കുന്നത് പോലെ ആ ആത്മീക അനുഭവത്തിൽ ആദ്യ സമയത്ത് വരാഞ്ഞപ്പോൾ, മോശ വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അവിടെയുള്ള ഒരു ബിംബത്തെ അല്ലെങ്കിൽ കാളക്കുട്ടിയെ ആരാധിക്കുന്നവരായിട്ടാണ്. എന്നാൽ മോശ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് കൽപ്പനകളുമായി വന്നവനാണ്. ഇനിയും ഞാൻ പോവുകയാണ്. അത് പോകുന്നത് കേവലം കൽപ്പനയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി. മോശ രണ്ടാമത് പോയി വീണ്ടും 40 ദിവസം പ്രാർത്ഥിച്ചു. നമ്മൾ പലപ്പോഴും പാടുന്നത് മോശയും ഏലിയാവും 40 ദിവസം നോമ്പെടുത്തു, നമ്മുടെ കർത്താവ് നോറ്റു. പക്ഷേ വേദപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം സീനായി പർവ്വതത്തിൽ മോശ പോയപ്പോൾ 40 ദിവസം അവിടെ ഉപവസിച്ചു. ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ആ കമാൻഡ്മെൻറ്റ്സ്, കൽപ്പനകളുമായി തിരിച്ചു വന്നവനാണ്. പക്ഷേ അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ കയ്യിലിരുന്നപ്പോഴും മുഖത്തിൻ്റെ തേജസ് മോശയ്ക്കുണ്ടായിരുന്നത് മനസ്സിലാക്കാൻ തക്കവണ്ണം ജനസമൂഹം വിശുദ്ധിയിൽ അല്ലാതിരുന്നത് കൊണ്ട് മോശയുടെ തേജസ് കണ്ടില്ല. എന്നാൽ രണ്ടാം പ്രാവശ്യം മോശ കൽപ്പനയ്ക്ക് വേണ്ടി പോയില്ല. അവൻ പ്രാർത്ഥിച്ചു, എൻ്റെ മക്കൾ താഴെ ഞാൻ ഇറങ്ങി വരുമ്പോൾ അവർ വിശുദ്ധിയിൽ ജീവിക്കണമേ. ഞാൻ ആരെ അന്വേഷിക്കുന്നു, ആ ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ആ യഹോവയായ ദൈവത്തെ അവർ ആരാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്നു. മടങ്ങി വന്നപ്പോൾ തൻ്റെ മക്കൾ ആ തേജസ് മോശയിൽ കാണാൻ തക്കവണ്ണം കഴിഞ്ഞു. അതുകൊണ്ട് മക്കളെ, നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം ആ ഒരു പ്രാർത്ഥനയുടെ മുഖം നമുക്കുണ്ടാകട്ടെ. ഈ വിശുദ്ധ നോമ്പ് നിങ്ങളെ ക്ഷണിക്കുന്നതും ഈ നോമ്പിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വെളിച്ചം നിങ്ങൾ സ്വീകരിക്കണം. മോശ പർവ്വതത്തിൽ നിന്ന് സ്വീകരിച്ചതുപോലെ നിങ്ങൾ സ്വീകരിക്കണം. അത് നിരന്തരമായ ദൈവസംസർഗം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നിരന്തരമായ ഒരു ദൈവസംസർഗത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ വസ്ത്രം നമുക്ക് തിരികെ നൽകുന്ന അനുഭവമാണ്. അതുകൊണ്ട് നമുക്കൊരു യാത്ര ആരംഭിക്കാം. ഈ വിശുദ്ധ നോമ്പ് ആ പ്രകാശത്തെ ആർജിക്കുന്നവരായി നിങ്ങളായിത്തീരുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മക്കളും സമൂഹവും ഞങ്ങൾ കണ്ടെത്തിയ ദൈവത്തിൻ്റെ പ്രകാശം മോശ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് ആ ദൈവിക അനുഭവത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ. അത് ഈ വിശുദ്ധ നോമ്പിൻ്റെ ഒരു യാത്രയുടെ തുടക്കമാണ്. വിശുദ്ധ നോമ്പ് ആരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. നമ്മൾ ഗലീലായിലെ കാനാവിലെ ഒരു വലിയ അടയാളത്തെക്കുറിച്ച് കാണുന്നു. യേശുക്രിസ്തു അവിടെ ചെന്നു വെള്ളത്തെ വീഞ്ഞാക്കി മേൽത്തരമാക്കി. ഞാൻ ഈ വേദഭാഗത്തിൽ നിന്ന് ആണ് ആരംഭിക്കുന്നത്. യഹോവേ, അല്ലെങ്കിൽ യേശുക്രിസ്തു ഗലീലായിലെ കാനാവിൽ ചെല്ലുന്നു, വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറഞ്ഞു. അവിടെ നടന്ന ഒരു സംഭവവും പഴയ നിയമത്തിലെ ഒരു സംഭവം തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. നമ്മൾക്കറിയാം, യഹോവയായ ദൈവം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കി നല്ലതെന്ന് കണ്ടു. അവസാനമായി അവനൊരു മണ്ണെടുത്ത് വെച്ചു. ഏദോംസിലെ മണ്ണെടുത്ത് വെച്ച് അവൻ മനുഷ്യനെ നിർമ്മിച്ചു. കണ്ടാ വലിയ ഭംഗിയൊന്നുമില്ല, മണ്ണാ. പക്ഷേ അവൻ്റെ ശ്വാസമൂതി. അപ്പോൾ അവൻ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യമുള്ള മനുഷ്യനായി, തൻ്റെ പ്രകാശമുള്ള മനുഷ്യനായി അവനെ കണ്ടു. അപ്പോൾ ഈ ഒരു സംഭവം ആണ് യഥാർത്ഥത്തിൽ യഹോവയായ ദൈവം
ആദിയിൽ നടത്തിയ ഒരു സംഭവത്തെ പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ യേശുക്രിസ്തു ഗലീലായിലെ കാനാവിൽ ആരംഭിക്കുക. നിങ്ങളിപ്പോൾ ചോദിക്കും, അച്ഛാ അവിടെ എവിടെ ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ, പിന്നെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യഹോവയായ ദൈവം മണ്ണെടുത്ത് വെച്ചു, അതിനൊരു ഭംഗിയുമില്ല. പക്ഷെ അതിന്മേൽ അവൻ്റെ ശ്വാസം ഊതിയപ്പോൾ അത് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, അവൻ്റെ തന്നെ സ്വാദൃശ്യവും രൂപമുള്ളതായി മാറി അല്ലേ? എന്നാൽ ഇത് തന്നെയാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഗലീലായിലെ കാനാവിൽ വന്ന് അത്ഭുതം നടത്തിയതിനെ വലിയ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞനായ യോഹന്നാൻ ശ്ലീഹ എഴുതി. അവൻ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കാനാവിൽ ഇത് നടത്തി. ഇതൊരു ശ്രേഷ്ഠമായ കാര്യമാണ്, ആദ്യമായി നടത്തിയതാണ്. യഹോവയായ ദൈവം ആദ്യ മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ ഒരു പ്രതീതി ഇവിടെ യോഹന്നാൻ ശ്ലീഹ കാണിക്കുക. അതെങ്ങനെയാണെന്നറിയാവോ? അവിടെ ഒഴിഞ്ഞു കിടന്ന 6 കൽഭരണി ഉണ്ടായിരുന്നു. ആ കൽഭരണിയിൽ വെള്ളം നിറച്ചു. പക്ഷെ ഇതിനൊന്നും ഭംഗിയില്ല. ഇതാണ് ആദ്യ മനുഷ്യനെ എടുത്ത മണ്ണ് പോലെ ഒഴിഞ്ഞു കിടന്ന അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ ആ കൽഭരണിയിലേക്ക് വെള്ളമൊഴിച്ചു. വെള്ളമൊഴിച്ചപ്പോൾ വെള്ളമുണ്ടോ? യഹോവയായ ദൈവം മണ്ണിന്റെ അടുത്ത് വന്ന് അവന്റെ മേൽ ശ്വാസം ഊതിയതുപോലെ ഇവിടെ കൽഭരണികളിൽ ഒരു പ്രയോജനവുമില്ലാത്ത ആ മണ്ണിൻ ആ വെള്ളത്തിന്റെ അടുക്കിലേക്ക് വന്നിട്ട് യഹോവയായ ദൈവം ക്രിസ്തു എന്ത് ചെയ്തു? എനിക്ക് തോന്നുന്നത് ആദ്യ മനുഷ്യനെ ഊതിയതുപോലെ ഒരു ശ്വാസം ഊതുകയോ ആ വെള്ളത്തിലേക്ക് നോക്കുകയോ ചെയ്തു. ഇതിൽ രണ്ടിലൊന്ന് സംഭവിച്ചു. എൻ്റെ വിശ്വാസം ആദ്യ മനുഷ്യൻ ഊതിയതുപോലെ ഒരു ശ്വാസത്തിന്റെ രൂപമായിരുന്നു ക്രിസ്തു ആ വെള്ളത്തിന്റെ മേൽ വന്ന് നടത്തിയത്. ഉടനെ അത് അതായത് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഉള്ള ഒരു മനുഷ്യനെ പോലെ തൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശം ക്രിസ്തു കാണിച്ചു. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നോമ്പിൽ മേൽത്തരമായ മനുഷ്യരാകണം. നമ്മൾ ചിലപ്പോൾ ഒഴിഞ്ഞ പാത്രങ്ങളിലെ വെള്ളമാകാം, ഒരു പ്രയോജനവുമില്ല. പക്ഷേ അതിന്മേൽ അവൻ ഊതുമ്പോൾ, അവൻ നിന്നെ സ്പർശിക്കുമ്പോൾ, അവൻ നിന്നെ നോക്കുമ്പോൾ നമ്മൾ ആരായി മാറും? വലിയൊരു പുതിയ മനുഷ്യനായി നമ്മൾ മാറുക. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ? നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആരാ? ഇതുപോലെ പ്രയോജനമില്ലാത്ത ഒരു മണ്ണോ പ്രയോജനമില്ലാത്ത കൽഭരണിയിൽ ഇരിക്കുന്ന വെള്ളമോ ആകാം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ നീ ഒന്ന് എൻ്റെ അടുക്കിലേക്ക് വന്ന് എന്നെ ഒന്ന് നോക്കണം, എന്നെ ഒന്ന് സ്പർശിക്കണം, എൻ്റെ ഉള്ളിലേക്ക് നിന്റെ ശ്വാസത്തെ ഒന്ന് ഊതണം. അപ്പോൾ ഞാൻ ആരായി മാറും? മേൽത്തരമായ മനുഷ്യനായി മാറും. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ പിതാക്കന്മാർ ചിന്തിച്ചത്. എന്തിനാണ് നോമ്പും ഉപവാസവും? എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്? അതിന് വ്യക്തമായ ഒരു ഉത്തരം പിതാക്കന്മാർ തന്നു. മേൽത്തരമായ ദൈവകൃപയുള്ള മനുഷ്യനായി മാറുവാനാണ് നമ്മളുടെ നോമ്പും ഉപവാസങ്ങളും പ്രാർത്ഥനകളും. അതോടൊപ്പം ഒന്ന് പറയട്ടെ, അതുകൂടെ പറഞ്ഞിട്ട് ചിന്തയിലേക്ക് കയറാം. അത് മറ്റൊന്നുമല്ല, അവിടെ ക്രിസ്തുവിനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ദൈവപുത്രനായ ക്രിസ്തുവിനെ ശ്രദ്ധിക്കും. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരുന്നാലും അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ആരും ശ്രദ്ധിക്കാത്തവരെയാ, ആരും നോക്കാത്തവരെ. ഇത് ക്രിസ്തുവിന് മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ചവനെയൊക്കെ നോക്കുമ്പോഴും ഒന്നും ധരിക്കാത്ത പാപിനിയെയും ശമറിയാക്കാരത്തെ സ്ത്രീയെയും ആ സക്കായിയൊക്കെ നോക്കുന്നവനാണ് ആര്? അതിനുവേണ്ടി ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നറിയ, ഈ വേദഭാഗത്ത് തന്നെ ഗലീലായിലെ കാനാവിൽ 6 കൽഭരണി എല്ലാവരും എടുത്ത് കളഞ്ഞതാ. ഇനി അതിനൊന്നും ആ കൽഭരണികൾക്ക് പ്രയോജനമില്ല. പക്ഷെ അവിടെ കുറച്ച് പേരിങ്ങനെ വെള്ളം കോരിക്കൊണ്ട് മാത്രം ഇരുന്നു. അവനെ ആരെങ്കിലും അറിയുമോ? നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ വലിയ ജോലികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നവരെയാണ് കാണുന്നത് അല്ലേ? ഉള്ളിൽ ജോലി ചെയ്യുന്ന പലരെയും ആരും, നമ്മുടെയൊക്കെ പണ്ടത്തെ വിവാഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കലവറയിൽ നിൽക്കുന്നവരെ ആര് കാണും? നമ്മളെല്ലാം കഴിച്ചിട്ട് പോകും അല്ലേ? ഇതുപോലെ ചില ഭൃത്യന്മാരുണ്ട്, വെള്ളം നിറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളവർ അല്ലേ? ആ കൽഭരണിയും ആർക്കും വേണ്ട, വെള്ളം നിറയ്ക്കുന്ന ഭൃത്യന്മാരെ ആർക്കും വേണ്ട. പക്ഷെ ക്രിസ്തു എന്താ പഠിപ്പിച്ചത്? അവൻ കൽഭരണിയിൽ പോയി വേണ്ടാത്ത കൽഭരണിയിൽ നിന്ന് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു, മേൽത്തരമാക്കി. അതുമാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഭൃത്യന്മാരെയും ലോകം അറിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞപ്പോൾ ക്രിസ്തു എന്താ ചെയ്തതെന്ന് ചോദിക്കാൻ എല്ലാവരും ആരുടെ അടുക്കൽ വന്നു?
വെള്ളം കോരി നിറച്ച ഭൃത്യന്മാരുടെ അടുക്കൽ ഓർക്കുക. നമ്മുടെ ക്രിസ്തുവിൽ നാം കാണേണ്ട പ്രത്യേകത, അവൻ നിങ്ങൾ വിചാരിച്ചേക്ക, അച്ഛ ഇവിടെ വന്ന അച്ഛൻ ഞങ്ങളെ കണ്ടിട്ടില്ല, ഇവിടെ മെത്രാപ്പോലിത്തന്മാർ ഒരുപക്ഷെ ഞങ്ങളോടൊന്നും സംസാരിച്ചിട്ടില്ല. ശരിയാ, പക്ഷെ ഇന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നു, നിങ്ങൾ കാണുന്ന പലരും നിങ്ങളോട് സംസാരിച്ചിട്ടില്ലായിരിക്കാം, നിങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ക്രിസ്തു ആ ഭൃത്യന്മാരെ ശ്രദ്ധിച്ചു, ഉപേക്ഷിക്കപ്പെട്ട കൽഭരണികളെ ശ്രദ്ധിച്ചു. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ദൈവമേ, എന്നെ മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയാത്തപ്പോഴും നിന്റെ ഹൃദയം എൻ്റെ മേൽ ചൊരിയണമേ. ആ ഭൃത്യന്മാർക്കും ആ കൽഭരണി ഉപയോഗശൂന്യമായിരുന്നപ്പോൾ നീ അവിടെ വന്ന് അതിനെ ശ്രേഷ്ഠമാക്കി. അവരെ ആരും അറിയാത്തവരായിരുന്നു, അവരെ വലിപ്പമുള്ളവരാക്കി. ശമറിയാക്കാരത്തെ സ്ത്രീയെ പറഞ്ഞു വിട്ടു, ഇല്ലേ? അവസാനം ശമറിയാദേശം മുഴുവനും ആര് സുവിശേഷം അറിയിച്ചു? ആ ശമറിയാക്കാർ. പാപിനിയായ സ്ത്രീയെ കണ്ടപ്പോൾ യേശു ക്രിസ്തു പോയി മിണ്ടി. അവൾ പിന്നീട് ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലൂടെ സഞ്ചരിക്കുന്നവളായി മാറി. ഓർക്കുക, ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിലുള്ള ഈ മനോഭാവത്തെക്കുറിച്ച് നമ്മളാരും മറന്നു പോകരുത് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കുക. ഞാൻ ഇന്നത്തെ എൻ്റെ പഠനവും ചിന്തകളും ഒക്കെ എടുക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ. എന്നാൽ വേദപുസ്തകം ഞാൻ വായിച്ചപ്പോൾ പഴയ നിയമത്തിലെ ആദമും പരീക്ഷണത്തിൽ വിധേയമായെന്നാണ് വായിക്കേണ്ടത്, ഹൗവയും. നമ്മളെപ്പോഴും വായിക്കുന്നത് ക്രിസ്തു വിൽഡർനെസ്സിലേക്ക് പോയി, ഇല്ലേ, ഡെസേർട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടി? ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. ക്രിസ്തുവിന് ഞാൻ ആദ്യമൊക്കെ ആലോചിച്ചു, ക്രിസ്തുവിന് ഉപവസിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലില്ല. ദൈവമായിരിക്കെ ദൈവം എന്തുകൊണ്ട് ഇത് ചെയ്തു? പക്ഷെ ക്രിസ്തു ചിലത് പഠിപ്പിക്കേണ്ടതുണ്ട്. അവൻ നിർമ്മിച്ച ആദ്യ സൃഷ്ടിയുടെ അതിനെ വീണ്ടെടുക്കണമെങ്കിൽ അതിനെന്താണ് വഴി എന്നത് ക്രിസ്തു കണ്ടു. തനിക്കൊരു വാക്കു പറഞ്ഞാൽ മതി, പക്ഷെ ക്രിസ്തു അതിനെ മറ്റൊരു രീതിയിലാണ് വായിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും. തൻ്റെ സൃഷ്ടി വീണുപോയപ്പോൾ അതിനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് പിശാചിൻ്റെ വാസസ്ഥലമായ മരുഭൂമിയിലേക്ക് വന്നു എന്നതാണ് നമ്മൾ അറിയേണ്ടത്. സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രനായ ക്രിസ്തു പിശാചിൻ്റെ വാസസ്ഥലമായ മരുഭൂമിയിലേക്ക് വന്നു. എന്തിനാണ് ഈ കാലഘട്ടം എന്ന് ചോദിച്ചാൽ, സുഖങ്ങളുള്ള നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലതിനെയും ഉപേക്ഷിച്ച് പിശാചിനെ തോൽപ്പിക്കുവാൻ നാം മരുഭൂമിയിലേക്ക് ലക്ഷ്യമിടുന്നതാകണം ഈ നോമ്പ്. മനസ്സിലായോ? ഈ നോമ്പ് എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, പിശാചിന്റെ വാസസ്ഥലമായ മരുഭൂമിയിലേക്ക് പോയി പിശാചിനെ തോൽപ്പിച്ചു. ഇതുപോലെ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് പലതുമുണ്ട്. അതാണ് പറുദീസ. ആ പറുദീസായുടെ അനുഭവത്തെ നമ്മൾ ഒന്ന് വിട്ടിട്ട് എങ്ങോട്ട് പോകണം? പല കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അപ്പോൾ നമുക്ക് എന്തിനെ നേരിടാൻ കഴിയും? ആ മരുഭൂമി ക്രിസ്തു പോയ യാത്ര പോലെ നമുക്കും ഒരു നോമ്പിൻ്റെ യാത്രകളിലേക്ക് പോകുവാനായിട്ട് ചെയ്യും. അതുകൊണ്ട് ക്രിസ്തു ഉപവാസത്തിനായി പോയ വഴിയെ നാം തേടുന്ന നാളുകളായിരിക്കണം ഈ വിശുദ്ധ നോമ്പ് എന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഈ വിശുദ്ധ നോമ്പിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ പഴയ നിയമത്തിലെ ആദമുണ്ട്, നമ്മൾ പുതിയ നിയമത്തിലെ നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്ന പുതിയ ആദാമുമുണ്ട്. ആദ്യ ആദാം വീണുപോയി, രണ്ടാം ആദാമായ ക്രിസ്തു നമ്മളെ അവിടുന്ന് വിടുവിച്ചു. ഈ രണ്ട് ക്രിസ്തുവും, അല്ലെങ്കിൽ ഈ രണ്ടാം ആദാമായ ക്രിസ്തുവും പഴയ നിയമത്തിലെ ആദത്തെയുമാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തി ഒരു അന്വേഷണവും യാത്രയും നടത്തുകയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. പറുദീസായിലായിരുന്ന ആദം ഇറങ്ങിപ്പോയത് അവനെ എടുത്ത മണ്ണായ മണ്ണിലേക്ക്, ആ ഭൂമിയിലേക്ക് പോയി. എന്നാൽ രണ്ടാം ആദം മരുഭൂമി തെരഞ്ഞെടുത്ത് തൻ്റെ മനോഭാവത്തെ പറുദീസാക്കി തീർത്തു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. താൻ തെരഞ്ഞെടുത്തത് മരുഭൂമിയാണെങ്കിലും തൻ്റെ മനോഭാവം പറുദീസായിലെ ദൈവ സംസർഗമാകയാൽ അതെങ്ങോട്ട് പോയി? താൻ തെരഞ്ഞെടുത്ത മരുഭൂമി തൻ്റെ മനോഭാവത്തിലൂടെ പറുദീസായിലേക്ക് തനിക്കുയരുന്ന വഴിയാക്കി തീർത്തു. പരിമലമാ ഗ്രിഗോറിയോസിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? വെട്ടിക്കൽ ദേറായിൽ നിന്നൊക്കെ മടങ്ങി വന്ന്
പരുമലയിൽ യക്ഷികളുടെ സങ്കേതമായ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ച് ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട് പറുദീസായിലേക്ക് ഉയരുന്ന അല്ലെങ്കിൽ സ്വർഗീയ അനുഭവത്തിലേക്ക് വളരുന്ന വലിയ മുനിയായി മാറി വിശുദ്ധനായി തീർന്നയാളാണ്. ഇവിടെയാണ് നമ്മുടെ വായന ആരംഭിക്കുന്നത്. ഒന്നാം ആദാം പറുദീസായിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്കായിക്കൊള്ളട്ടെ. രണ്ടാം ആദാം പറുദീസ വിട്ടിട്ട് വന്നത് മരുഭൂമിയിലേക്കാണ്. അവിടെ നിന്ന് അവൻ്റെ ദൈവീകപരമായ ബന്ധം ആഴത്തിൽ ഉറപ്പിച്ചിട്ട് ആ അല്ലെങ്കിൽ മരുഭൂമിയുടെ മനോഭാവത്തെ ദൈവിക മനോഭാവമാക്കി തീർത്തു എന്നുള്ളത് വേദപുസ്തകത്തിൽ നമ്മൾ ശരിക്കും വായിച്ചാലേ ഒരു കാര്യം പറയാം. അബ്രഹാം തിരഞ്ഞെടുത്തത് മൊട്ടക്കുന്നുകളാണ്. ലോത്ത് തിരഞ്ഞെടുത്തത് ഫലഭൂഷ്ടമായ സ്ഥലമാണ്. അബ്രഹാം ദൈവസംസർഗത്തിൽ ചെന്ന് ആ മൊട്ടക്കുന്നുകളെ തൊട്ടു. അതെന്തായി തീർന്നു? ജലാശയമായി തീർന്നു. എന്നാൽ ശ്രേഷ്ഠമായത് ലോത്ത് തിരഞ്ഞെടുത്തു. പക്ഷെ ദൈവസംസർഗം കുറഞ്ഞു. അത് സോദോം ഗൊമോറയായി. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതും ഈ വേദഭാഗം നമ്മളുടെ അന്വേഷണത്തിന് വിധേയമാകുമ്പോൾ നീ എവിടെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, നീ ദൈവ സംസർഗം നിലനിൽക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതം മരുഭൂമിയാണെങ്കിലും അത് ഫലഭൂഷ്ടിയുള്ള ദൈവസംസർഗമുള്ള പറുദീസായിലേക്ക് നിന്നെ വളർത്തുമെന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ഈ വേദഭാഗത്തിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യുകയാണ്. അവിടെയാണ് ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ പറയുകയാണ്. സ്തേഫാനോസ് കല്ലെറിഞ്ഞു. അവന് കല്ലേറ് കൊണ്ടപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി. എന്താ കണ്ടത്? സ്വർഗം. ഇതാണ് നമ്മൾ മനസ്സിലാക്കി. അവന് ലഭിച്ചത് മരുഭൂമിയാണ്, വേദനകളുടെ അനുഭവമാണ്, അനേകരുടെ കല്ലുകളാണ് തൻ്റെ മേൽ വന്നത്. പക്ഷെ ആ സമയത്ത് അവൻ നോക്കിയപ്പോൾ കണ്ടത് ദൈവ സംസർഗത്തിൽ ഇരുന്നു കൊണ്ടാണ്. കല്ലേറുകൾ കൊണ്ടപ്പോൾ അവനെ ദൈവം കാണിച്ചു. എന്താ? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് പുത്രൻ തമ്പുരാനിരിക്കുന്നതും സ്തേഫാനോസ് കണ്ടു. ഓർക്കുക, നിങ്ങൾ മരുഭൂമി തെരഞ്ഞെടുക്കണം. പക്ഷേ നിങ്ങൾ ദൈവ സംസർഗത്തിലായാൽ, അതിൽ തന്നെ നിങ്ങൾ ജീവിച്ചാൽ, ആ മരുഭൂമിയുടെ അനുഭവം നിങ്ങളെ പറുദീസായിലേക്ക് അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ വളർത്തുമെന്നത് മറന്നുപോകുക. അതുകൊണ്ട് ഇരിക്കുന്നവരെല്ലാം എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ, മരുഭൂമിയെ തിരഞ്ഞെടുത്ത് ദൈവ സംസർഗത്തിലിരുന്ന് ദൈവത്തിൻ്റെ അനുഭവത്തെ മനസ്സിലാക്കാനാണ് നിങ്ങളെല്ലാവരും ആദത്തിൻ്റെ പറുദീസ അല്ല നോക്കേണ്ടത്. അവിടെ നിന്ന് വീണുപോയ മനുഷ്യനെ നേടുവാൻ മരുഭൂമിയിൽ വന്നിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിശാചിൻ്റെ വാസസ്ഥലമായ മരുഭൂമിയിലേക്കാണ് ആര് പോയത്? ക്രിസ്തു പോയത്. ദൈവത്തിൻ്റെ പറുദീസ ദൈവം. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്, സ്വർഗത്തിലെ പുത്രൻ അവിടെ നിന്ന് വിട്ടു ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് വന്നു നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി എന്ന് പറയുക. നമ്മുടെ പഴയ നിയമത്തിൽ ഈ ആദത്തിൻ്റെ കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സംഭവത്തെ നമ്മൾ വായിക്കുമ്പോൾ, പിശാച് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആ വേദഭാഗത്ത് പറയുന്നുണ്ട്. നിങ്ങളോടൊന്ന് കേൾക്ക്. പിശാച് എവിടെയാണ് നിൽക്കുന്നതെന്നാണ് അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. എന്താ? അതായത് വീഴുവാൻ മനുഷ്യൻ സാധ്യതയുള്ളിടത്താണ് ആര് വന്ന് നിൽക്കുന്നത്? ഏദൻ തോട്ടത്തിൽ ഒത്തിരി കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിശാച് വന്ന് നിന്ന സ്ഥലം എവിടെയാ? ഏത് കാര്യമാണോ നീ കഴിക്കരുതെന്ന് ആദത്തോടും പറഞ്ഞിട്ടുള്ളത്, അതേ വൃക്ഷഫലത്തിൻ്റെ അടുക്കൽ ഏറിയ നാളുകളായി ആര് നിൽക്കുക? അവന് ബാക്കി എങ്ങോട്ടും വന്നില്ല. അവൻ വന്ന് നിന്നത് നമ്മൾ ഓരോരുത്തരും വീഴുവാൻ സാധ്യതയുള്ളിടത്താണ്. ഈ വിശുദ്ധ നോമ്പ് അത് തന്നെ കാണിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ വീഴാൻ സാധ്യതയുള്ളിടത്ത് ആര് വന്ന് നിൽക്കും? അത് ചിലപ്പോൾ ഇന്ദ്രിയങ്ങളാകാം. ഇപ്പോൾ നമുക്കിപ്പോൾ അപ്പത്തിൻ്റെ വിശപ്പൊന്നും അല്ലല്ലോ. നിങ്ങൾ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും കഴിച്ചവരല്ലേ. അതുകൊണ്ട് നമുക്കിവിടെ വിശപ്പല്ല. അവിടെ ചിലപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ചില താല്പര്യങ്ങളുണ്ട്. നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് വിശപ്പുണ്ട്. ഇപ്പോൾ ആദത്തിൻ്റെ കണ്ണാണ് അല്ലെങ്കിൽ ഹൗവയുടെ ആഗ്രഹമാണ് അതിലേക്ക് കൊണ്ടുപോയത്, സമ്മതിച്ചു. അവിടെ ചെന്നപ്പോൾ പിശാച് അവിടെ നോക്കി നിൽക്കുകയാണ് വർത്തമാനം പറയാൻ വേണ്ടി. എന്തൊക്കെയോ അവളോട് പറയണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളെല്ലാം ഇതുപോലെ പിശാച് ഇങ്ങനെ അടുത്ത് നിൽക്കുക. നമ്മൾ പറയും എൻ്റെ അടുത്തൊന്നും പിശാചില്ലെന്ന്. നമ്മുടെ കണ്ണിൻ്റെ അടുത്തിരിപ്പുണ്ട്, നമ്മുടെ കാതിനടുത്തിരിപ്പുണ്ട്, നമ്മുടെ ചിന്തകളിൽ ഇരിപ്പുണ്ട്, എല്ലായിടത്തും ഈ പുള്ളി ഇരിപ്പുണ്ട്. നമ്മളെ വീഴിക്കാൻ ഏതാണോ അത് നമുക്കുള്ളത്, അവിടെ ഈ പുള്ളി വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും, അച്ഛൻ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എടാ, പറുദീസായിലാണ് ആര് കയറിയത്?
അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഓടിപ്പൊളിയാക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ അടുത്ത് പിശാച് വരത്തില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ അടുക്കൽ വരുന്നോ എന്നുള്ളതല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് പിശാച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നോമ്പിൽ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ചിലരെക്കുറിച്ചുള്ള കുറ്റം പറയാനുള്ള അവിടെ പിശാച് കയറിയിരിക്കുക. എല്ലാവരോടും നീ കുറ്റം പറഞ്ഞുവിടാ. നമ്മുടെ കണ്ണുകൊണ്ട് ചിലത് കാണുന്നതിൻ്റെ, ചിലപ്പോൾ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നോക്കി അതിൻ്റെ സന്തോഷത്തിൽ ഇരിക്കാനായിരിക്കും ഈ പിശാച് നമ്മുടെ കണ്ണിൽ, നീ അത് കണ്ടോടാ. അപ്പോൾ പിശാച് നമ്മൾ വീഴുവാൻ സാധ്യതയുള്ളിടത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും എത്ര പ്രായമായിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഏത് ഇന്ദ്രിയങ്ങളിലാണ്, ചിലപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തായിരിക്കാം. അതുകൊണ്ട് സ്വയം ഒരു വിചിന്തനം നടത്തുക. എൻ്റെ ജീവിതത്തിൽ പിശാച് വീഴുവാനുള്ളത് എവിടെയാണ് നിൽക്കുന്നത്, അത് കണ്ടെത്തുന്നതായിരിക്കണം ഈ വിശുദ്ധ നോമ്പിൻ്റെ അർത്ഥം. ഈ വിശുദ്ധ നോമ്പിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ പരാജയപ്പെടുത്തുന്ന ഏതുണ്ടോ അവിടെയാണ് സാത്താൻ വന്ന് നിൽക്കുന്നത്. ഹൗവായും ആദാമിനോടും ദൈവം പറഞ്ഞ കഴിക്കരുതേ എന്ന് പറഞ്ഞ വൃക്ഷഫലത്തിൻ്റെ അടുത്ത് വന്നാണ് ആര് നിന്നത്? സാത്താൻ നിന്ന്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചോദിക്കും, അച്ഛൻ ദൈവം അപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ദൈവത്തിനൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു പരീക്ഷ എഴുതാതെ വിജയിക്കുമോ? ദൈവം ഒരു മനുഷ്യനെ അങ്ങ് നിർമ്മിച്ചു പോയി, അവനെല്ലാ അനുഗ്രഹവും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ? പരീക്ഷ വിജയിച്ചാലേ പറ്റത്തുള്ളൂ. ദൈവം ചിലതൊക്കെ വെക്കും, ചില കണ്ടീഷൻസ്. സത്യത്തിൽ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ? ഈ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഒരു നോമ്പിൽ ചിലതൊക്കെ നമ്മളും ചിലതൊക്കെ ഉപേക്ഷിക്കണം. ആദത്തോട് പറഞ്ഞു ഇത് നീ കഴിക്കരുത് എന്ന് പറഞ്ഞത് നമ്മളോട് ഒരു ഉപവാസത്തെക്കുറിച്ച് പറയുക. ഉപവാസം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല. നമ്മുടെ കണ്ണുകളെ ഉപവസിക്കുക, അത് കാണാതിരിക്കുക. നമ്മുടെ ചെവികളെ, നമ്മുടെ സ്പർശനത്തെ, നമ്മുടെ ചിന്തകളെ, ഇതിനെയെല്ലാം ഉപവസിക്കാനാ. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം, നമ്മൾ ഭക്ഷണം മാത്രം ഉപേക്ഷിക്കും, ബാക്കിയെല്ലാം ഇങ്ങനെ തുറന്നിരിക്കുക അല്ലേ? നമ്മൾ ഭക്ഷണം മാത്രമേ ഉപേക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ദൈവം പറയുന്നത് നമ്മൾ വിചാരിക്കും ഒരു ഫലത്തെക്കുറിച്ച് മാത്രമാണ് അവിടെ പറയുന്നത്. അല്ല, നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളുടെ പലതിനോടുമുള്ള ആഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ആർത്തികളുണ്ട്. അതിനെയാണ് ഇന്ദ്രിയങ്ങളുടെ വിശപ്പ് എവിടൊക്കെയാണോ നിൽക്കുന്നത് അതിനെ പരാജയപ്പെടുത്താനാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, നമ്മൾ ഈ വേദഭാഗത്തിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വീഴുവാൻ സാധ്യതയുള്ളിടത്താണ് പിശാച് വന്ന്. പക്ഷെ ആദത്തെ സംബന്ധിച്ച് ഭംഗിയുള്ളത് കഴിക്കുക എന്നുള്ളതാണ് ആരെ പഠിപ്പിക്കുന്നത്? ആദത്തിൻ്റെ അടുക്കൽ വന്ന് പിശാച് ചിന്തിക്കും. പക്ഷെ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പിശാച് എന്താ പറഞ്ഞത്? നീ ഇല്ലാത്ത ഈ കല്ലുകളെ അപ്പമാക്കാനാ പറയുന്നത്. ഇല്ലാത്തതിനെ ഉണ്ടാക്കി അതിൻ്റെ വീഴ്ചയിലേക്ക് പോകാനാണ് ആരോട് പറയുന്നത്? ക്രിസ്തുവിനോട്. ഒന്നാമത്തെ മനുഷ്യനോട് പറഞ്ഞ എന്താ? അപ്പോൾ നമ്മൾ വലിയ സന്തോഷത്തിൽ ഇരിക്കുന്ന മനുഷ്യനോട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറയും അല്ലേ? മരുഭൂമിയിൽ ഇരിക്കുന്നവനോട് പറയും നീ കുറച്ച് നാളായിട്ട് പ്രാർത്ഥിക്കുകയില്ലയോടാ, എന്നാ ഇതൊക്കെ നിനക്ക് വേണമെന്നുള്ള ആഗ്രഹം നീ ഇങ്ങനെയൊക്കെയാ. അപ്പോൾ പിശാചിൻ്റെ തന്ത്രം ചിലപ്പോൾ ക്രിസ്തുവിനെ പോലുള്ളവരുടെ അടുക്കൽ വരുന്നത്, നീ ഇത്രയും നാളും പ്രാർത്ഥിച്ചതല്ലേ, നീ ആ ഒരു ദൈവകൃപയൊക്കെ ഒന്ന് കാണിക്ക്. ആദ്യ മനുഷ്യനായ ആദവിനെ അവൻ സാധ്യത വീഴ്ത്തുവാൻ ആഗ്രഹിച്ചത് ഭംഗിയുള്ളത് കഴിക്കുക എന്നതിലാണ്. അപ്പോൾ ഓരോ മനുഷ്യ ജീവിതത്തിലും പിശാചിൻ്റെ പ്രത്യേകത ഇപ്രകാരമാണ്. വീഴുവാൻ സാധ്യതയുള്ളിടത്താണ് അവൻ നിൽക്കുന്നത്. ഇനി ഈ ഭേദഭാഗം വായിച്ചപ്പോൾ ഞാൻ 2 ഭാഗങ്ങളെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ഏതൊക്കെയാ? അല്ല, ഉൽപ്പത്തി പുസ്തകത്തിലെ ആദത്തെക്കുറിച്ചും മരുഭൂമിയിലേക്ക് യാത്ര ചെയ്ത നമുക്ക് വേണ്ടി ഉപവസിക്കുവാൻ പോയ ക്രിസ്തുവിനെ കുറിച്ചും. ഇനിയത്തെ ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വെക്കുന്നത്, യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് പോകുന്നു ഇല്ലേ? അവിടെ പറയുന്നത് ജീസസ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ഇൻ ടു ദ വിൽഡർനെസ് എന്നാ ഇല്ലേ? യേശുക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് പിശാച്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ലെഡ് ബൈ ദ സ്പിരിറ്റ് ഇൻ ടു ദ വിൽഡർനെസ് എന്നാ. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ വരാം. അതിൽ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുക. ആ ചോദ്യം ഇതാ:
വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ദൈവത്തെ പിശാചിന് പരീക്ഷിക്കാൻ പറ്റുമോ? ദൈവത്തെ പിശാചിന് പരീക്ഷിക്കാൻ പറ്റുമോ? പഴയ നിയമത്തിലെല്ലാം നിങ്ങൾ വായിച്ചേ, യഹോവയായ ദൈവത്തെ പിശാച് പരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എൻ്റെ ചോദ്യമായോണ്ട് നിങ്ങൾ ഇങ്ങനെ സംശയിക്കുക എവിടെയെങ്കിലും ഉണ്ടോ അച്ഛാന്ന്? ഇല്ല, അതില്ലാത്ത കാര്യം തന്നെ. ദൈവത്തെ ഒരിക്കലും പിശാച്. പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് പിന്നെ ക്രിസ്തുവിനെ പിശാച്? അതിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. എന്തുകൊണ്ട് ക്രിസ്തുവിനെ പരീക്ഷിച്ചു? ഇവിടെയാണ് നമ്മുടെ അന്വേഷണം തുടങ്ങുന്നത്. പഴയ നിയമത്തിൽ ഒരിടത്തും യഹോവയായ ദൈവത്തെയോ പിശാച് പരീക്ഷിച്ചിട്ടില്ല. പക്ഷെ പുതിയ നിയമത്തിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുവാൻ വന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിനെ ഒന്ന് ഞാൻ പറയാം. ആദത്തെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിച്ചു. അപ്പോൾ മാലാഖമാര് പോലും വന്ന് ആരെ വന്നിച്ചു? ആദത്തെ. അതുകൊണ്ട് വന്നിക്കാത്തവരെയാണ്, തള്ളിക്കളഞ്ഞവരാണ് ഈ പിശാചായെന്നാണ് നമ്മുടെ ചിന്ത. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് വീണു എന്നൊക്കെ അവിടെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ എന്തുകൊണ്ടാണ് മാലാഖമാർ ആരാധിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, പറഞ്ഞിട്ടല്ല. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം ആർക്ക് കണ്ടു? മനുഷ്യന് കണ്ടു. അപ്പോൾ മാലാഖമാർ നോക്കി, ദൈവത്തെ പോലെ തന്നെ ഈ അനുഭവം. അതുകൊണ്ടാണ് മാലാഖമാർ ആരെ വന്നിച്ചത്? ആദ്യ മനുഷ്യനായ ആദമിനെ. പക്ഷെ അവൻ അല്പം കഴിഞ്ഞപ്പോൾ വീണുപോയി. അപ്പോൾ മാലാഖമാർ നോക്കിയപ്പോൾ അവർക്കാണ് തേജസ്. ആർക്ക് നഷ്ടപ്പെട്ടു? മനുഷ്യന് നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ആ ഒരു അവസ്ഥയിൽ നിന്ന് താഴെ വീണപ്പോൾ പിശാച് ചിന്തിച്ചു, ആ വീണുപോയ മനുഷ്യനെ നേടാൻ ക്രിസ്തു ചെയ്തതെന്താ? അവനും മനുഷ്യാവതാരം ചെയ്തു. അവൻ ദൈവം തമ്പുരാൻ ഇൻകാർണേഷൻ നടത്തി. തൻ്റെ പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യനായി മാറി. അപ്പോൾ പിശാചിൻ്റെ ഒരു സംശയം, ഇവൻ ആദത്തെ പോലെയുള്ളവനാണോ ദൈവപുത്രനാണോ? അപ്പോൾ പിശാചിൻ്റെ സംശയം, ഇവൻ ഒരു മനുഷ്യനായി അല്ലേ? മനുഷ്യനായ ആദം പരാജയപ്പെട്ടു അല്ലേ? വീണുപോയ ആദമായി മാറിയപ്പോൾ പിശാച് ചിന്തിക്കുകയാണ്, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ അവൻ പൂർണ്ണ ദൈവമാണോ പൂർണ്ണ മനുഷ്യനാണോ? പൂർണ്ണ മനുഷ്യനായിരുന്നാൽ പലപ്പോഴും അവൾ പിശാച് നോക്കിയപ്പോൾ അവനും വിശക്കുന്നുണ്ട് അല്ലേ? ദൈവത്തിന് വല്ല വിശപ്പുണ്ടോ മക്കളെ? അപ്പോൾ ഈ പിശാചിൻ്റെ മനസ്സിലുള്ള പല പ്രശ്നങ്ങളാണ്. പിശാച് ചിന്തിച്ചു, അവന് വിശക്കുന്നുണ്ട്, അവൻ വീണുപോയ മനുഷ്യനാണ്, മനുഷ്യനായാൽ അവന് വീഴും, അവനും പരീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ക്രിസ്തു പറഞ്ഞത്, നീ ഇപ്പോൾ ചിന്തിക്കുന്ന ഞാൻ പൂർണ്ണ മനുഷ്യനാണെങ്കിൽ ഞാൻ പൂർണ്ണ ദൈവവും. അതുകൊണ്ടാണ് നീ എന്നെ പരീക്ഷിച്ചാലും അതുകൊണ്ടാണ് കർത്താവ് അവനോട് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. കാരണം നിന്റെ മനസ്സിലൊരു തോന്നലുണ്ട്, ഞാൻ മനുഷ്യാവതാരം ചെയ്തതുകൊണ്ട് ആദത്തെ പോലെ വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് നിന്റെ മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ തെറ്റാ. ഞാൻ പൂർണ്ണ ദൈവവും. അപ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിന് എന്തുകൊണ്ടാണ് വിശന്നെന്ന് ചോദിച്ചാൽ, വേദപുസ്തകം പഠിപ്പിക്കുന്നതും നമ്മുടെ വേദശാസ്ത്രം പഠിച്ചാലും യേശുക്രിസ്തുവിന് വിശന്നില്ലെങ്കിൽ അവൻ മനുഷ്യനാണോ? അപ്പോൾ യേശുക്രിസ്തുവിന് വിശന്നത് കൊണ്ടാണ് അവൻ ആരാന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലേ നമ്മൾ പറയും ക്രിസ്തു ദൈവമായിരുന്നു, അവൻ പരീക്ഷകളെ വിജയിച്ചു. നോ, അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ക്രിസ്തുവെ നീ ദൈവപുത്രനായതുകൊണ്ടാണ് പരീക്ഷകളെ വിജയിച്ച. പോരാ, അവൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. അപ്പോൾ പിശാചി ചിന്തിച്ചു, ഇവൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ആദത്തെ പോലെ വീഴാൻ സാധ്യതയുള്ളവനാണെന്ന് വിചാരിച്ചാണ്, അല്ലാതെ ദൈവമല്ല എന്നുള്ളതല്ല പ്രശ്നം. അവൻ മനുഷ്യനെ പോലെ വീഴാൻ സാധ്യതകളുണ്ട് ദൈവത്തിന് എന്ന ചിന്ത കൊണ്ടാണ് ആര് വന്നത്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, 3 പരീക്ഷണം കഴിഞ്ഞപ്പോഴത്തേന് പിശാചിന് മനസ്സിലായി, ഇവൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പിശാചിനോട് പറഞ്ഞ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കുക. നിനക്കൊരു തോന്നലുണ്ട് ഇതല്ല എന്നല്ല, ഞാൻ മനുഷ്യാവതാരം ചെയ്തത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ പാപം ചെയ്തത് കൊണ്ടല്ല മനുഷ്യനായത്, എൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനായി ഞാൻ മനുഷ്യാവതാരം ചെയ്തതാണ്. മറിച്ച്
ആദം വീണതുപോലെ തെറ്റുകൊണ്ട് മനുഷ്യരിലേക്ക് മടങ്ങി വന്നതല്ല. ഈ ഒരു അറിവാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസ്വരൂപത്തിൽ നിന്ന് വീണത് മനുഷ്യനായതിനാൽ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കാൻ അവൻ വരികയാണ്. എന്നാൽ നിങ്ങൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ അതിന് മറ്റൊരു ചിത്രം കൂടി ഞാൻ പറയാം. ഞാൻ ഇതിൻ്റെ 2 ഭാഗങ്ങളെ ഒന്ന് അന്വേഷിച്ചാണ് പോകുന്നത്. അതിൽ രണ്ടാമത്തെ ഒരു അന്വേഷണം, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയാത്തൊരു കാര്യം മർക്കോസിന്റെ പുസ്തകത്തിലുണ്ട്. വിശുദ്ധനായ മർക്കോസ് എവൻഗേലിയോസിനെ എഴുതിയപ്പോൾ അവൻ മരുഭൂമിയിൽ പോയി കാട്ടുമൃഗങ്ങളോടുകൂടി നിങ്ങൾ പോയി വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ വേദഭാഗം എന്താ പറയാത്തതെന്ന് ചോദിച്ചാൽ, നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഉത്തരവാദിത്വമാണ് ബൈബിള് വായിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മർക്കോസ് എവൻഗേലിയോസിന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ഇതെന്തിനാ? ഇതെല്ലാം തമ്മിൽ ഒരു വലിയ ബന്ധമാണ്. ഇത് തന്നെയായിരുന്നു ഏദന്റെ പറുദീസായിൽ ആദത്തോടു കൂടി മൃഗങ്ങളെല്ലാം വന്ന് നിൽക്കുമായിരുന്നു, അല്ലേ? മൃഗങ്ങൾക്കെല്ലാം പേരിട്ടത് ആരാ? യഹോവയായ ദൈവം അല്ല. ആരാ? ആദം. കാരണം ദൈവത്തെ പോലെ തന്നെ ഒരു മൃഗം എന്താണെന്ന് മനസ്സിലാക്കിയതിന് പേര് കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? ആദത്തിനുണ്ടായിരുന്നു. ഇവിടെയും ഞാനതാ പറഞ്ഞു. ഇവിടെ പറയുകയാണ്, എന്ത് സംഭവിച്ചു? കർത്താവ് പറയുകയാണ്, എന്താണ് ആദത്തിന് സംഭവിച്ചതും എന്താണ് വീണ്ടെടുക്കേണ്ടതും, എന്ത് റിസ്റ്റോറേഷനാണ്, വീണ്ടും എന്ത് മടങ്ങിവരവാണ് വേണ്ടത്, അവിടെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തു മരുഭൂമിയിൽ പോയി ദൈവ സംസർഗത്തിൽ ഇരുന്നപ്പോൾ കാട്ടുമൃഗങ്ങളെല്ലാം ഇവിടെ വന്നു, എല്ലാ മൃഗജാലങ്ങളും അവനോടൊപ്പം വന്ന് ഇരുന്നു. എന്നാൽ അതേ സമയത്ത് ഏദന്റെ പറുദീസായിൽ ആത്മീക അനുഭവത്തിൽ ഇരുന്നപ്പോൾ അവന്റെ ചുറ്റും ആരുണ്ടായിരുന്നു? മൃഗങ്ങൾ. പക്ഷേ തെറ്റ് ചെയ്തപ്പോൾ മൃഗങ്ങളിൽ നിന്നുള്ള അകലം, പ്രപഞ്ചത്തിൽ നിന്നുള്ള അകലം, സർവ്വചരാചരങ്ങളിൽ നിന്ന് അകലം ആർക്ക് സംഭവിച്ചു? പക്ഷേ ക്രിസ്തു അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വീണ്ടും ഒരുമിച്ചു. അപ്പോൾ ക്രിസ്തു വന്നതിൻ്റെ മറ്റൊരു രംഗമാണ്, നമ്മൾ കേവലം മനുഷ്യനെ രക്ഷിക്കുന്നതോടൊപ്പം സർവ്വ പ്രപഞ്ചത്തെയും സൃഷ്ടിയെയും വീണ്ടും ഒന്നുകൂടി ഓർഡറിലാക്കി എടുക്കുകയാണ്. നമ്മൾ പറയും റെക്കൺസിലിയേഷൻ എന്നൊക്കെ പറയുന്ന ശുഭക്കോന ശുശ്രൂഷയിൽ നിരപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു റെസ്റ്റോറേഷനാണ്. തിരിച്ചു കൊണ്ടുപോയതിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക. താൻ മരുഭൂമിയിൽ വന്നതിൻ്റെ അർത്ഥം കേവലം മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു മനുഷ്യനായി തീർന്നു എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അവൻ ദൈവ സംസർഗത്തിലായിരുന്നപ്പോൾ, ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായപ്പോൾ. അപ്പോൾ എന്തിനാ ഇത് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് എന്തിനാണെന്ന് ഞാൻ പറയാം. യേശുക്രിസ്തു ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, മടങ്ങി നിനക്ക് ദൈവസന്നിധിയിലേക്ക് പോകാൻ എന്താ വഴി? ദൈവത്തിനിത് വേണോ? നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, നാം ഓരോരുത്തരും മടങ്ങി ദൈവസന്നിധിയിൽ പോകുവാൻ എന്ത് വേണം? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പ്രാർത്ഥനയാലും ഉപവാസത്താലുമേ പിശാച് മാറുകയുള്ളൂ. കർത്താവ് പറയുകയാണ്, പിശാചിനെ മാറ്റാൻ വേറെ വഴിയില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനത്തെയാണ് നമ്മൾ അതിൽ വായിക്കേണ്ടത്. ആദം ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ പ്രകൃതിയും ചരാചരങ്ങളും എല്ലാം അകന്നുപോയി, ശത്രുതയുണ്ടായി. എന്നാൽ അകന്നുപോയ സൃഷ്ടിയെ അനുരഞ്ജനപ്പെടുത്തുവാൻ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുകയും മരുഭൂമിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എല്ലാ മൃഗജാലങ്ങളും പ്രകൃതിയും ആരുടെ കൂടെ വന്നു? ഇത് നഷ്ടപ്പെട്ടു പോയ ആദമിനെ വീണ്ടെടുക്കാൻ പറുദീസായുടെ അനുഭവം മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവ സംസർഗത്തിൻ്റെ ആഴത്തിൽ വന്നപ്പോൾ ആ ബന്ധം കൂടുതലായി ലഭിച്ചു എന്നുള്ളതാണ്. ഇനിയും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആദമിനെയും നമ്മളിപ്പോഴും ഇത്രയും നാളും വിചാരിച്ചിരുന്ന ആദത്തെയും പിശാച് പരീക്ഷിച്ചു, ക്രിസ്തുവിനെയും പിശാച്. നിങ്ങൾ പറയും, ആദത്തെ എങ്ങനെയാച്ചാ പിശാച് പരീക്ഷിച്ചത്? അവർക്കിഷ്ടം തോന്നി ഭക്ഷണത്തിൻ്റെ അടുക്ക പോയി കഴിച്ചതല്ലേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ ചോദിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ 3 പരീക്ഷണങ്ങളും ആദത്തിൻ്റെ ജീവിതത്തിലെ 3 പരീക്ഷണങ്ങളെ ഞാനൊന്ന് പറയാം. വേഗത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു. അവൻ വൃക്ഷഫലത്തിൻ്റെ അടുക്കൽ ചെന്നത് ഹൗവയാകട്ടോ. നമ്മളെപ്പോഴും പറയുമ്പം ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ആദത്തെയാണ് കുറ്റം പറയുന്നത്. സത്യത്തിൽ പോയതാരാ? പ്രസംഗിക്കുന്ന ഞാനും പറയുന്നത് ആദം പോയി എന്താണെന്നത് അറിയത്തില്ല. ബാക്കി എല്ലായിടത്തും നമ്മൾ സ്ത്രീയെ പരിചയപ്പെടുത്തിയേനെ. പക്ഷെ ഹൗവ ഭാഗ്യവതിയാണ്. ആദ്യം നിർമ്മിച്ചത് ആദമായതുകൊണ്ട് നമ്മൾ അറിയാതെ എപ്പോഴും പറയുന്നത് അവിടോട്ട് പോയ ആളും ആരാ? ആദമാണ്. അപ്പോൾ എന്തായിക്കോട്ടെ, ആദമോ ഹൗവ ആദ്യ മാതാപിതാക്കൾ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ പറയുന്ന ആ വാക്ക് ആദമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഹൗവയാണ് പോയത്.
പോയി. ഓക്കെ, അവിടെ ചെന്നപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു വീഴാൻ സാധ്യതയുള്ളിടത്താണ് പിശാച് നിൽക്കുന്നത്. പിശാച് എന്ത് ചോദിച്ചു, എന്താ ദൈവം നിങ്ങളോട് പറഞ്ഞത്? അവൻ പറഞ്ഞു എല്ലാം കഴിക്കാം, പക്ഷേ ഈ ട്രീ ഓഫ് നോളജ്, ആ ട്രീ ഓഫ് ലൈഫ് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ഈ ട്രീ ഓഫ് നോളജ് എന്ന് പറയുന്നതിനെ കഴിക്കരുത്, അത് നമ്മൾ എന്തൊക്കെയോ പറയുന്നു അത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടു. അപ്പോൾ അവൻ പറഞ്ഞു കഴിച്ചാൽ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത്? കഴിച്ചാൽ നീ മരിക്കും. അപ്പോൾ പിശാച് പറഞ്ഞു അല്ല, നീ കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. അപ്പം ഇത് സത്യത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളും ആദമിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഹൗവയുടെ ജീവിതത്തിൽ ഉണ്ടായ പരീക്ഷണം ഒന്നാണ്. ഈ പരീക്ഷണത്തെ തന്നെയാണ് ക്രിസ്തു മരുഭൂമിയിൽ പോയി. അപ്പം നിങ്ങൾ ചോദിക്കുക അതെങ്ങനെയാച്ചാ? ഞാൻ പറയാം. ഒന്നാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് മോഹത്താൽ മോഹനീയ ഫലത്തിൻ്റെ അടുക്കിലേക്ക് പോയി. ആര്? ഹൗവ. രണ്ടാമത്തെ പിശാച് ഹൗവയോട് പറയുകയാണ് നീ ഇത് കഴിച്ചാൽ ദൈവമാകും, അല്ലേ? മൂന്നാമത് അപ്പോൾ അതിനകത്തൊരർത്ഥമുണ്ട്, നീ ദൈവമായ സർവത്തിൻ്റെയും അധികാരിയാണ്, ഇല്ലേ? ഒന്നാമത്തെ കാര്യം മോഹനീയമായ ഭക്ഷണത്തിൻ്റെ അടുക്കൽ, ആ വൃക്ഷഫലത്തിൻ്റെ അടുക്കിലേക്ക് പോയി. അതൊരു പരീക്ഷണമാണ്. അതിനെ ആകർഷിക്കുന്ന രീതിയിലേക്ക് അവനെ വശീകരിക്കാൻ കഴിഞ്ഞു. രണ്ടാമത്തെ പരീക്ഷണമെന്ന് ഞാൻ പറഞ്ഞത് ഇത് കഴിച്ചാൽ നീ ദൈവമാകും, ഇല്ലേ? മൂന്നാമത്തെ പരീക്ഷണം ദൈവമായ നീ സർവത്തിൻ്റെയും. അതിലാര് വീണു? ആദമും ഹവ്വയൊക്കെ വീണു. പക്ഷെ ഇപ്പുറത്ത് നോക്കിക്കേ, യേശുക്രിസ്തുവിനെ വിശക്കുന്നതിന് മുമ്പ് അദ്ദേഹം പരീക്ഷണം കഴിഞ്ഞ് വന്നപ്പോൾ കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞു ഈ കല്ലുകൾ നീ, ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഈ കല്ലുകൾ കടന്നു എന്നു നാം പറഞ്ഞ മരുഭൂമിയിൽ കർത്താവ് നമ്മളോട് ഉണ്ടാക്കാൻ പറയും, മറ്റിടത്ത് ഉള്ളതിനെ നീ സ്വീകരിക്കാനും പറയും. ഉള്ളതിനെ ഭംഗിയോടുകൂടി സ്വീകരിക്കാൻ ആദത്തോടും ഹവ്വയോടും പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? നിനക്ക് കഴിവുണ്ടെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകൾ, അതിൻ്റെ അർത്ഥം എന്താ? ഈ കല്ലുകൾ മോഹിപ്പിച്ചു ആരെ? നിങ്ങൾ പറയുക അച്ഛാ എന്താ ഇതൊരു പരീക്ഷ. ആദത്തെ എന്ത് മോഹിപ്പിച്ചുവോ ഇവിടെ ഫലമല്ല, ഈ കല്ലുകൾ മോഹിപ്പിച്ചു. അതാണ് വിശപ്പ് ഉള്ളിൽ വന്നപ്പോൾ കല്ലുകൾ മോഹിപ്പിച്ചു. ആ കല്ലുകൾ മോഹിപ്പിച്ചപ്പോൾ പിശാച് പറയാണ് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകൾ, അല്ല ചുമ്മാ പറയാൻ പറ്റുമോ? അപ്പോൾ ഒന്നാമത്തെ ആദം ഫലം കണ്ടപ്പോൾ തന്നെ അതിലേക്ക് വശീകരിച്ചു. രണ്ടാമത് കല്ലുകൾ മോഹിപ്പിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു. ക്രിസ്തു അതാണ് പരീക്ഷണമുണ്ടെന്നേ പറഞ്ഞുള്ളൂ, പരീക്ഷണത്തിൽ തോറ്റെന്നല്ല പറഞ്ഞത്. ആദ്യത്തെ മനുഷ്യൻ പരീക്ഷണത്തിൽ തോറ്റപ്പോൾ രണ്ടാം മനുഷ്യനായ ആദം ക്രിസ്തു അതേ ഫലം, കല്ലുകൾ തനിക്ക് അപ്പമാക്കാമോ ദൈവപുത്രൻ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു പരീക്ഷണം ആദമുമായിട്ടുള്ളത് ലിങ്ക് ചെയ്തു. രണ്ടാമത് ഞാൻ പറഞ്ഞത് നീ ഇത് കഴിച്ചാൽ, അതായത് മുകളിൽ നിന്ന് ചാടിയാൽ നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കാം. അങ്ങനല്ലേ? നീ ചാടിക്കേ, നീ ആരാണെന്ന് തെളിയിക്കാം, ദൈവപുത്രനാണെന്ന് തെളിയിക്കാം. അപ്പോൾ ഇത് തന്നെയാണ് ആരോട്? നീ ഇത് കഴിച്ചാൽ, നീ ചാടിയാൽ, അതിന് പകരം നീ ഇത് കഴിച്ചാൽ നീ ദൈവമാകും, നീ ചാടിയാൽ നീ ആരാകും? നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. നിങ്ങൾ വീട്ടിൽ പോയിരുന്നു വായിക്കണേ. അച്ഛൻ ഈ പറഞ്ഞത് ഇവിടെ വെച്ച് നിങ്ങൾ നിർത്തരുത്, നിങ്ങൾ വായിക്കണം. അല്ലാതെ ഇപ്പം വായിച്ചാൽ നമ്മൾ എന്നും കേൾക്കുന്ന ഒരു അന്വേഷണം അല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വിചാരിക്കുക എന്താ. ഒന്നാമത്തെ ഭാഗം ഞാൻ പറഞ്ഞു, ആദ്യത്തെ മനുഷ്യൻ ഭക്ഷണത്തിന്റെ മോഹത്താൽ നോക്കി. അതേ ക്രിസ്തു കല്ലുകൾ കണ്ടപ്പോൾ, തനിക്ക് വിശന്നപ്പോൾ മോഹമുണ്ടായി, പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടില്ല. എന്നാൽ രണ്ടാമത്തേത് താഴേക്ക് ചാടുമ്പോൾ നീ ദൈവമാകുന്നു, കഴിച്ചാൽ നീ താഴേക്ക് ചാടിയാൽ നീ ദൈവപുത്രനാണെന്ന് അവനെ നിന്റെ ദൂതന്മാർ താങ്ങും, ഇല്ലേ? മൂന്നാമത്തെ കാര്യം എന്താ? നീ ഇത് കഴിച്ച് ദൈവമായാൽ സർവത്തിൻ്റെ അധികാരിയാകുമെന്ന് ആര് പറഞ്ഞു? പിശാച് പറഞ്ഞു. പക്ഷേ യേശുക്രിസ്തുവിനോട് പിശാച് പറഞ്ഞു നീ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ, ഇതെല്ലാം ശരിയല്ലേ, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ സർവത്തിൻ്റെ അധികാരിയാകും. ഇത് തന്നെയാണ് ഏദന്റെ പറുദീസായിലെ പരീക്ഷണമെങ്കിൽ അതേ പരീക്ഷണമാണ് ക്രിസ്തു വിജയിച്ച് കാണിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ക്രിസ്തു വന്ന് എന്തിനു വേണ്ടിയാ? തൻ്റെ സൃഷ്ടിയായ ആദം എവിടെയാണോ പരാജയപ്പെട്ടത് അതേ പരീക്ഷണങ്ങളെ താൻ നേരിട്ട് അതിനെ വിജയിപ്പിച്ചിട്ട് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാ. മറന്നു പോകരുത്. ആദം എവിടെയൊക്കെ പരാജയപ്പെട്ടുവോ, ഹൗവ എവിടെയൊക്കെ പരാജയപ്പെട്ടുവോ
അതേ സ്ഥലത്തുകൂടി ക്രിസ്തു പോയി. അതേ പരീക്ഷണങ്ങളെ വേറൊരു രീതിയിൽ ഏറ്റെടുത്തു. അതിൻ്റെ അർത്ഥതലം ഒന്നാ ഇല്ലേ? ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമാകാം, രണ്ടാമത് അതായത് ദൈവമാകാനുള്ള ഒരു മോഹമാകാം, അല്ലെങ്കിൽ മൂന്നാമത്തേത് അധികാരിയായിരിക്കാനുള്ളതാകാം. അപ്പോൾ ഈ 3 ചലനങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു പോയി എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കുക. അതുകൊണ്ട് ക്രിസ്തുവും ആദ്യ മാതാപിതാക്കളും അനുഭവിച്ചത് ഒരേ പരീക്ഷണങ്ങളാണ്. നമ്മളിതുവരെ അങ്ങനെ ചിന്തിച്ചില്ല. നമ്മൾ വിചാരിച്ച ആദം പോയി അനുസരണക്കേട് കാണിച്ചു, പോരാ. ക്രിസ്തു ചുമ്മാതൊന്നും ചെയ്യുകയില്ല. ക്രിസ്തു തൻ്റെ മരുഭൂമിയിലെ പ്രയാണം നടത്തിയത് ഇതിനു വേണ്ടിയാ. അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചു, ദൈവമായിരിക്കുന്ന മനുഷ്യന് ഇതിൻ്റെ ആവശ്യം എന്താ? കാരണമുണ്ട്. തൻ്റെ സൃഷ്ടി എവിടെ പരാജയപ്പെട്ടു അതെല്ലാം താൻ വിജയിച്ച് കാണിക്കണമെന്നുള്ളത് ക്രിസ്തുവിൻ്റെ ദർശനം കൂടിയാണ്. വേഗത്തിൽ മറ്റൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഞാൻ കൊണ്ടുവരാം. ഈ ആദത്തിൻ്റെ പരാജയത്തെ പിതാക്കന്മാർ കാണുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാം. ആദം പരാജയപ്പെട്ടത് നിങ്ങൾക്ക് മനസ്സിലായി. ആദത്തിൻ്റെ പരാജയത്തെ പിതാക്കന്മാർ കാണുന്നത്, ആദം പറുദീസായിൽ നിന്ന് ഈ വൃക്ഷഫലത്തിൻ്റെ അടുക്കിലേക്ക് പോയി, ഇല്ലേ? അങ്ങനെയല്ലേ? ഹൗവയ പോയത് കേട്ടോ. ഞാൻ പറയുമ്പോഴൊക്കെ ആദമായിരിക്കും. ഹൗവ താനായിരുന്ന ദൈവ സംസർഗത്തിൽ നിന്ന് എങ്ങോട്ട് പോയി? ഈ മോഹനീയ ഫലത്തിൻ്റെ ഇതൊരു ദൂരമുണ്ട്. അപ്പം നമ്മുടെ കർത്താവ് ഒരു ഉപമ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഗുഡ് സമറിറ്റൻ്റെ ഉപമ ഉണ്ടോ? ഗുഡ് സമറിറ്റനെ അറിയത്തില്ല. നല്ല ശമറിയക്കാരൻ്റെ ഉപമ. അതിൻ്റെ കഥ എന്തുവാ? യെറുസലേമിൽ നിന്ന് യെറൂഹയിലേക്ക് പോയപ്പോൾ കള്ളന്മാർ പിടിച്ചു, അല്ലേ? അവനെ അവിടെ അർദ്ധനഗ്നനായി ഇട്ടിട്ട് പോയി. ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ട്. അർദ്ധനഗ്നനായി ഇട്ടിട്ട് പോയി. അപ്പോൾ എന്ത് പറ്റി? അവൻ്റെ അടുക്കൽ പുരോഹിതനും ലേവ്യനും ഒക്കെ വന്നു, നോക്കിയില്ല. നല്ല ശമറിയാക്കാരൻ വന്ന് അവനെ ശുശ്രൂഷിച്ചു, സത്രത്തിലാക്കി, അല്ലേ? അവസാനം എന്തു കൊടുത്തു? അവനോർക്ക് വേണ്ടതൊക്കെ 2 നാണയങ്ങളൊക്കെ കൊടുത്തിട്ട് പോയി. വീണ്ടും വന്നിട്ട് ബാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാർ പറയുന്നത്, ഈ ഉപമ ക്രിസ്തു പറയാനുള്ള കാരണം ആദത്തെ കണ്ടിട്ടാണ്. ഈ ഉപമ ക്രിസ്തു പറഞ്ഞത്, നസറായനായ യേശു നല്ല ശമറിയാക്കാരനായി ഒരാളെ വീണ്ടെടുക്കാൻ വേണ്ടി വരുന്നു. അതിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. നല്ല സ്ഥലത്താണ് പറുദീസായിൽ ജീവിക്കുന്ന ആദം. ഇച്ചിരി അല്പദൂരത്തിൽ എന്ത് നിന്നു? ഒരു വൃക്ഷഫലം നിന്നു. അത് യെറുശലേമിൽ നിന്ന് എങ്ങോട്ട് പോകുന്നതാ? യെറൂഹോവിലേക്ക് പോവുകയാ. അപ്പോൾ അവിടെ ആര് നിന്നു? ഇവിടെ കള്ളൻ പിടിച്ചു. അതിന് പകരം അവിടെ ആര് നിന്നു? പിശാച് നിന്നു. ആ പിശാച് ആരെ കയറി പിടിച്ചു? ഹൗവയെ പിടിച്ചു. ഇവിടെയാണ് അപ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, നഗ്നത അവർക്ക് ബോധ്യപ്പെട്ടു, അല്ലേ? ആ നഗ്നതയാണ് ഇവിടെ പറയുന്നത്. ഒരു അർത്ഥനഗ്നനായി കിടക്കുന്നു ഈ ശമറിയാക്കാരൻ, വഴിവക്കിൽ കിടക്കുന്ന മനുഷ്യനെ കുറിച്ച്, അല്ലേ? അത് കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? അവിടെയാണ് പുരോഹിതനും ലേവ്യനും പോയെന്ന് പറഞ്ഞാൽ ആ ഉപമയിൽ പറയുന്നത് ശരിയാ. അവിടെ കിടക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കാൻ 2 പുരോഹിതനും ലേവ്യനും പോയി. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ച അതല്ല. ഈ വീണുപോയ ആദത്തെ വീണ്ടെടുക്കാൻ വേണ്ടി, നഗ്നനായി മാറിയ ഈ ആദത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാം പഴയ നിയമത്തിൽ അയച്ചു. അവർക്കാർക്കും അവനെ വീണ്ടെടുക്കാൻ, നമ്മൾ പറയും ആ പുരോഹിതനും ബോധമില്ലായിരുന്നു, ലേവ്യനും ബോധമില്ലായിരുന്നു, അതൊക്കെ പിന്നത്തെ കാര്യം. അത് നമ്മുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റാണ്. പക്ഷെ ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അതിന് മറ്റൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് ഏദന്റെ പറുദീസായിൽ നിന്ന് വീണ മനുഷ്യനെ വീണ്ടെടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ലെന്നാ? ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത പലരും വന്നു, പുരോഹിതന്മാരും ലേവ്യനും എല്ലാം വന്നു. അതാണ് നമ്മൾ പറയുന്ന പുരോഹിതനും. പഴയ നിയമ ചരിത്രത്തിൽ ഉടനീളം പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാം വന്നു. ആരെ വീണ്ടെടുക്കാൻ? ഈ വീണുപോയ സൃഷ്ടിയായ ആദത്തിന്റെ തലമുറയെ വീണ്ടെടുക്കാൻ കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ ആര് വന്നു? ലോകരക്ഷകനായ ക്രിസ്തു അതാണ് ഈ നല്ല ശമറിയാക്കാരൻ. ഈ നല്ല ശമറിയാക്കാരൻ വന്ന് അവനെ വീണ്ടെടുത്തു. ഞാൻ വേഗത്തില്ല, കാരണം എനിക്ക് സമയമില്ല. സത്രത്തിലാക്കിയെന്നൊക്കെ പറഞ്ഞാൽ സഭയാകുന്ന ഒരു ഗാത്രത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു. ഞാൻ പോവുകയാണ്, ഈ സഭ അവനെ നോക്കണം. എന്നിട്ട് 2 നാണയങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ കൂത തൻ്റെ ശരീര രക്തങ്ങൾ നൽകിയിട്ട് പോയെന്ന വിശുദ്ധ കുർബാനയിലൂടെ അവനെ വീണ്ടെടുത്തു. ആരെ? നഷ്ടപ്പെട്ടു പോയ ആദത്തിന്റെ തലമുറയെ വീണ്ടെടുത്തു എന്നതാണ് കർത്താവ് പറഞ്ഞ ഗുഡ് സമറിറ്റന്റെ ഉപമ. അതിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റാണ് നമ്മൾ പറയുന്നത്. അതിൽ അയൽക്കാരൻ ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവരല്ല, അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർ നമ്മളെ വന്ന് സഹായിക്കുന്നെങ്കിൽ അവനാണ് എന്നുള്ള കാര്യം. പുരോഹിതനും ലേവ്യനും അല്ല നല്ല ശമറിയാക്കാരൻ എന്നതിൻ്റെ കർത്താവ് പറഞ്ഞ ഒരു ഉപമ. പക്ഷെ അതിൽ ആദത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പിതാക്കന്മാർ ഇവിടെ കാണുന്നത്. യേശുക്രിസ്തു ആ ഉപമ പറഞ്ഞത് തൻ്റെ സൃഷ്ടിയായ, തൻ്റെ സ്വരൂപവും സാദൃശ്യവുമായ
ആദത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള യാത്രയാണത്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും വായിച്ചാൽ മാത്രം മതി. അതൊരു അറിവായി നിങ്ങൾക്ക് നൽകട്ടെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു. പാപം ചെയ്തപ്പോൾ ആദത്തിന് ഹൗവയ്ക്കും എന്തുണ്ടായി? നഗ്നത വന്നു, അല്ലേ? പാപം ചെയ്തപ്പോൾ ആദം നഗ്നനായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ദൈവം പറഞ്ഞു നീ ഇത് കഴിച്ചാൽ മരിക്കുമെന്നാ പറഞ്ഞത്, അല്ലേ? മരിച്ചില്ല. അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ താൻ നഗ്നനാണെന്ന് കണ്ടു. ഇനിയുമാണ് നമ്മുടെ അന്വേഷണം ഇത്രയേ ഉള്ളൂ. ദൈവം എല്ലാ ചരാചരങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അല്ലേ? എല്ലാ മൃഗജാലങ്ങളും ഉണ്ടാകട്ടെ, ഈ പറയുന്ന സസ്യങ്ങൾ ഉണ്ടാകട്ടെ, എല്ലാം പറഞ്ഞു. എല്ലാ മൃഗങ്ങളും ഉണ്ടായപ്പോൾ അതിനെല്ലാം ജീവൻ ഉണ്ട്, അല്ലേ? മൃഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പോയി ദൈവം ശ്വാസം ഊതാൻ പോയോ? ഇല്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മൃഗങ്ങളുണ്ടായി, അതിനെല്ലാം ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഉണ്ടായി. മൃഗങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായി. പക്ഷെ അതിനെല്ലാം ജീവൻ. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, യേശുക്രിസ്തു അല്ലെങ്കിൽ യഹോവയായ ദൈവം മണ്ണെടുത്തു വെച്ചു, അവൻ്റെ മേൽ ശ്വാസം ഊതി. അവന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായ പോരെ. പക്ഷെ അവൻ്റെ മേൽ ശ്വാസം ഊതിയപ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് മനുഷ്യന് ജീവൻ തന്നെന്ന. യഥാർത്ഥത്തിൽ ജീവനല്ലാതെ മറ്റെന്തുകൂടി തന്നു? മൃഗങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ജീവനുണ്ട്. പക്ഷേ മനുഷ്യന്റെ മേൽ അവൻ ശ്വാസം ഊതുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ജീവൻ കൂടാതെ മറ്റെന്തുകൂടി നമുക്ക് ശ്വാസം ഊതിയപ്പോൾ ജീവൻ വന്നു, ശരിയാ. ജീവൻ കൂടാതെ മറ്റൊന്നു വന്നു. അതാണ് നമ്മൾ പറയുന്ന ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. അവൻ്റെ സാദൃശ്യവും രൂപവും വന്നു. അതാണ് ആ പ്രകാശവസ്ത്രം. പ്രകാശവസ്ത്രം കൂടി താൻ ജീവശ്വാസം ഊതിയപ്പോൾ കേവലം എന്ത് മാത്രമല്ല ലഭിച്ചത്? ജീവൻ മാത്രമല്ല, ജീവന്റെ കൂടെ എന്ത് ലഭിച്ചു? ആ നഗ്നതയില്ലാത്ത ഒരു പ്രകാശവസ്ത്രം, ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമായ ഗാർമെന്റ് ഓഫ് ഗ്ലോറി എന്നൊക്കെ നമ്മൾ പറയും. ദൈവത്തിൻ്റെ പ്രകാശവസ്ത്രം കൂടി അവന് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം, നീ കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തും എന്താ? നിനക്ക് തന്നിരിക്കുന്ന പ്രകാശവസ്ത്രം നിന്നിൽ നിന്ന് മാറിപ്പോകും. നീ മരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശവസ്ത്രം ദൈവത്തിൻ്റെതാ, അമർത്യതയുടെ, മരണമില്ലാത്തവൻ്റെതാ. പക്ഷേ നീ ഇത് കഴിച്ചതോടുകൂടി ആ പ്രകാശരൂപം നിനക്ക് പോയി. അതുകൊണ്ട് നീ മരിക്കുന്നവനായി, മോർട്ടലായി. ഇന്നലെ വരെ ഇമ്മോർട്ടലാണ്, നീ ഇന്നു മുതൽ മരിക്കുന്നവനാണ്. അതാണ് ക്രിസ്തു പറഞ്ഞത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പ്രകാശവസ്ത്രം പോയെന്നേ ഉള്ളൂ, നഗ്നത മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവിച്ചത് എന്താ? ഇനി നീ മരിക്കുന്നവനാ, മരിക്കാത്തവനല്ല. ഇന്നലെ വരെ പ്രകാശവസ്ത്രമായിരുന്നപ്പോൾ നിന്റെ ദൗത്യം എന്നെ പോലെ തന്നെ മരണമില്ലാത്തവനായിരിക്കും. കാരണം താൻ നിർമ്മിച്ചതാണ്. പക്ഷെ അവിടുന്ന് താഴേക്ക് വീഴുമ്പോൾ മരണത്തിന്റെ അവസ്ഥയിലേക്ക് മാറി. അവിടെയാണ് ദൈവം പറഞ്ഞത് നീ ഇത് കഴിച്ചാൽ. സത്യത്തിൽ സംഭവിച്ചത് എന്താ? ആ പ്രകാശവസ്ത്രം ഒന്ന് പോയത്. അപ്പോൾ അവൻ ക്രിസ്തുവിനെ നോക്കി, ദൈവത്തിന് പ്രകാശമുണ്ട്, തനിക്ക് ഒന്നുമില്ല. അപ്പോഴാണ് അവൻ പറഞ്ഞത് ഞാൻ നഗ്നനാണ്. ഈ ഒരു വലിയ ചിത്രമാണ് അവിടെ അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ വീണപ്പോൾ അവൻ എല്ലാ മൃഗങ്ങളെ പോലെ എന്തുണ്ടായി? അവനും മൃഗമായി. കാരണം പ്രകാശവസ്ത്രം പോയാൽ നമ്മൾ ആരാ? എല്ലാ മൃഗങ്ങളെ പോലെ ഉള്ളൂ. പക്ഷേ അവിടെ നമ്മൾ പറഞ്ഞു ബുദ്ധിയുള്ള മൃഗമാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? റാഷണൽ ആനിമൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് തിരികെ പോകാനുള്ള വിവേകം ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. ഇത് ദൈവം നമുക്ക് നൽകി. കഴിച്ചപ്പോൾ ആദമിനും സംഭവിക്കുന്നത് നഗ്നതയാണ്. അതിനെ മരണമെന്ന് എന്തുകൊണ്ട് പറയുന്നുവെന്ന് ഞാൻ പറഞ്ഞു. പ്രകാശവസ്ത്രമാണ് യഥാർത്ഥത്തിൽ അമർത്യതയുടെ രൂപം. അത് നഷ്ടപ്പെട്ടപ്പോൾ മരിക്കുന്ന സൃഷ്ടി ആദമായി മാറ്റപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്രിസ്തു നഗ്നനായി കുരിശിച്ചപ്പോൾ സൂര്യൻ അതിൻ്റെ കിരണങ്ങളാൽ തന്നെ നഗ്നതയെ മറച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം ആദത്തിൻ്റെത് മറയ്ക്കാൻ ആരും വന്നില്ല. ശ്രദ്ധിച്ചേ, ആദത്തിൻ്റെത് നഗ്നത കണ്ടപ്പോൾ മറയ്ക്കാൻ ആരും വന്നില്ല. പക്ഷേ ക്രിസ്തു കുരിശിൽ കിടക്കുമ്പോൾ അവൻ ദൈവപുത്രനായിരിക്കെ അവനെ നഗ്നനാക്കാൻ ശ്രമിച്ചപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വലിയ അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ ദൗത്യത്തിൽ നിന്നുകൊണ്ട് സൂര്യന് തോന്നുന്നു തൻ്റെ സൃഷ്ടാവിൻ്റെ നഗ്നത ലോകം. പക്ഷെ ആദ്യ മനുഷ്യൻ വീണപ്പോൾ ആർക്ക് തോന്നിയില്ല? സൃഷ്ടിക്ക് തോന്നിയില്ല ഇവൻ നഗ്ന. പക്ഷെ അവൻ്റെ കുറവാണ്. പക്ഷെ ക്രിസ്തുവിനെ നഗ്നനാക്കിയത് അവരാണ്.
അതുകൊണ്ട് അവൻ്റെ നഗ്നത കാണാതിരിക്കാൻ പ്രകാശത്തെ സൂര്യൻ തൻ്റെ കിരണങ്ങളാൽ വെച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ മറന്നു പോകരുത്. വേഗത്തിൽ ചില ചിന്തകൾ കൂടി പറഞ്ഞേക്കാം. ആദത്തെ പറുദീസായിൽ തിരിച്ചു കൊണ്ടുവരുവാൻ ക്രിസ്തു മരുഭൂമിയിലേക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു ഉദാഹരണം ഞാൻ പറയുന്നത്, സത്യത്തിൽ എന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു? ഈ പ്രകാശം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, വേദപുസ്തകം പറയുകയാണ്, പാപം ചെയ്തപ്പോഴും ദൈവം നമുക്കൊരു കൃപ തന്നു. എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? വെയിലേറിയപ്പോൾ യഹോവയായ ദൈവം വന്നപ്പോൾ ഇവൻ നഗ്നനായിരിക്കുക, പക്ഷേ യഹോവ നടക്കുന്ന ശബ്ദം കേൾക്കാനുള്ള കൃപ ദൈവം എടുത്തില്ല. അവൻ സഞ്ചരിക്കുന്ന, യഹോവയായ ദൈവം പറുദീസായിലൂടെ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കാര്യം ആർക്ക് കേൾക്കാമായിരുന്നു? പാപം ചെയ്തപ്പോഴും ദൈവത്തിൻ്റെ ആ കൃപ കണ്ടോ? എൻ്റെ ശബ്ദത്തിലൂടെ അവൻ എന്നെ തിരിച്ചറിയട്ടെ. പക്ഷെ അവൻ പ്രകാശം നഷ്ടപ്പെടുത്തിയെങ്കിലും എൻ്റെ സൃഷ്ടി തിരികെ വരാൻ വേണ്ടി അവൻ എന്തു ചെയ്തു? താൻ പറുദീസായിലൂടെ നടന്നത് കേട്ടപ്പോൾ തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം എടുത്തില്ല. അവന് തിരിച്ചറിയാനുള്ള വിവേകം കളഞ്ഞില്ല. അവൻ മടങ്ങി വരണം, അല്ലെങ്കിൽ പോയപ്പോൾ എല്ലാം പോകേണ്ടതല്ലേ. പക്ഷേ യഹോവയായ ദൈവം വന്നപ്പോൾ ചോദിക്കുകയാണ്, അവിടെ കൂടെ സഞ്ചരിച്ചപ്പോൾ ആദത്തിന് മനസ്സിലായി യഹോവയായ ദൈവം അവിടെ കൂടെ സഞ്ചരിക്കുന്നുവെന്ന്. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകയാൽ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തു ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, യഹോവയായ ദൈവം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷഫലം നീ കഴിച്ചുവോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടായിരിക്കാം ആദമിനെ ഹവ്വയ്ക്കും ദൈവം ഒരു പശ്ചാത്താപവും അനുതാപവും കൊടുത്ത് മടക്കി അവിടെ വെച്ച് എടുക്കാതിരുന്നത്? ഒറ്റ കാര്യമുള്ളൂ, ചെയ്ത തെറ്റ് ഹവ്വയാണെന്ന് ഹവ്വ സമ്മതിക്കുന്നില്ല, മറ്റൊരുടെ മേൽ ആരോപിക്കുക. ദൈവം ഒരിക്കലും ഇത് ആഗ്രഹിക്കും. നിങ്ങൾ പറയുകയാണ്, അവൾ എനിക്കിത് തന്നതുകൊണ്ട് ഞാൻ തിന്നതെന്ന് പറഞ്ഞാൽ ദൈവം കേൾക്കില്ല. നീ എന്തുകൊണ്ട് കഴിച്ചു, അതിന് പശ്ചാത്താപം നിനക്കുണ്ടാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ പ്രശ്നം. നമ്മുടെ പ്രശ്നം അവരെന്നെ ഇല്ല. നാട്ടിലൂടെ ഞാൻ ഇന്ന് നമ്മുടെ ഈ ലഹരിയുടെയൊക്കെ വലിയ ലോകം, എനിക്ക് സമയമില്ല അതിനൊന്നും പറയാൻ. ഇതെല്ലാം അവൻ തന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ആദത്തിനോട് ഹവ്വയോടും ഒക്കെ ചോദിച്ചത്, പാമ്പിനോടൊക്കെ ഇതൊക്കെ ചോദിക്കുന്ന ഇതാ. മറ്റൊരാൾ എന്നെ ആക്രമിച്ചു എന്ന് പറയാൻ ദൈവം അനുവദിക്കില്ല. മറ്റൊരാൾ എന്നെ നഷ്ടപ്പെടുത്തി എന്ന് പറയാൻ ദൈവം അനുവദിക്കില്ല. മറിച്ച് എന്താ വേണ്ടത്? നാം തെറ്റു ചെയ്തു എന്ന് സമ്മതിക്കുകയാണ് ഉത്തരവാദിത്വം. എന്നാൽ ആദത്തിനും ഹവ്വയ്ക്കും അത് സാധിച്ചില്ല. ആദം പറഞ്ഞു ഹവ്വയാണ്, ഹവ്വ പറഞ്ഞു പാമ്പാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഇതുപോലാണ്, പാപം ചെയ്തിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറയുന്നതല്ല, നീ തെറ്റ് ചെയ്തെന്ന് നിനക്ക് അനുദപിക്കാമോ? മറ്റുള്ളവരുടെ മേൽ ആരോപിച്ചിട്ട് ഞാൻ പാപം ചെയ്തു എന്ന് പറയുന്നത് ദൈവസംസർഗത്തിൽ അംഗീകരിക്കാൻ പറ്റുകയില്ല. എൻ്റെ സൃഷ്ടിയെ പരാജയപ്പെടുത്തിയ പിശാചിൻ്റെ തലയെ തകർക്കുവാനാണ് എന്താ പറയുക, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞത് ഏദൻ്റെ പറുദീസായില്ല. ആ വചനം പൂർത്തീകരിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ അമ്മയിലൂടെ ജഡധാരണം ചെയ്തു. ഇത് നമ്മൾ അത് ക്രിസ്തു ആരെ വീണ്ടെടുക്കാൻ വേണ്ടിയാ? ആദത്തിൻ്റെ തലമുറയും ആദത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി. അപ്പോൾ എൻ്റെ മുമ്പിൽ മറ്റൊരു ചിത്രം കിടക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ദൈവ സംസർഗത്തിൽ ക്രിസ്തു ഏറിയ സമയം ഇരുന്നു. പിശാചിനെ പരീക്ഷിക്കാൻ പറ്റിയോ? എന്നാൽ ദൈവ സംസർഗത്തിൽ നിന്ന് ഇടയ്ക്ക് ആരകന്നുപോയി? ആദമും ഹവ്വയും അകന്നു പോയപ്പോഴാണ് ആര് പിടിച്ചത്? ഞാൻ പറയട്ടെ, ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് വിട്ടാൽ നിങ്ങൾ ആരും രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് നടക്കേണ്ടത്, അല്ലേ? ഈ ഏദൻ്റെ പറുദീസായിൽ ഇപ്പോഴത്തെ ഡിവോഴ്സിൻ്റെ കാര്യം ഇത് തന്നെ. ഏദൻ്റെ പറുദീസായാലും ഹവ്വയാണ് ആദത്തെ വിട്ടിട്ട്, ഇപ്പം ചിലപ്പോൾ ആദമായിരിക്കാം നിങ്ങളെ ഹവ്വയെ വിട്ടു പോകണേ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതിൽ രണ്ടിലൊന്ന് സംഭവിച്ചു. ആദവും ഹവ്വയും കൂടെ പോയിരുന്നെങ്കിൽ എന്ത് കഴിക്കില്ലായിരുന്നു? നിങ്ങൾ പറ. ഇതിപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പലയിടത്തും പോകുന്നതുകൊണ്ടാണ് പല തെറ്റുകളും വരുന്നത്. ഈ ആദ്യം ഹവ്വയും കൂടാണ് ആ വൃക്ഷഫലത്തിൻ്റെ അടുക്കൽ ചെന്നതെങ്കിൽ എന്ത് സംഭവിക്കില്ല? ആദം പറയും വേണ്ട കർത്താവ് പറഞ്ഞു അല്ലേ. പക്ഷേ ഇതെന്താ സംഭവിച്ചു ചോദിച്ചാൽ ഹവ്വ തന്നെ പോയി. ഹവ്വ തന്നെ പോയപ്പോൾ എന്ത് പറ്റി? പിശാച് പരീക്ഷിച്ചു. ഇവിടെയാണ് ഒരു അറിവ് ദൈവം നമുക്ക് നൽകിയത്. ആ വൃക്ഷഫലത്തെക്കുറിച്ച് പറയുന്ന ട്രീ ഓഫ് നോളജ് എന്നാ, അല്ലേ? അപ്പോൾ ദൈവം പറയുന്നൊരു കാര്യം, അവർ നമ്മെ പോലെ തെറ്റും നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിവുള്ളവരായി. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ.
ആദത്തിന്റെ പ്രകാശം പോയിട്ടില്ല. ഹൗവയാണ് ആദ്യം കഴിച്ചത്. ആരുടെ പ്രകാശം പോയി? ആരുടെ പ്രകാശം പോയി? ഹൗവയുടെ. ഹൗവ തിരിച്ചു വന്നപ്പോൾ ഒരാൾക്ക് നല്ല പ്രകാശമുണ്ട്. ആർക്ക്? വേദോത്സവത്തിലില്ല, നമ്മളതിനെ അറിവിൽ പഠിക്കുക. ആദത്തിന് പ്രകാശമുണ്ട്. ആർക്ക് പ്രകാശമില്ല? ഹൗവയ്ക്ക് പ്രകാശമില്ല. പക്ഷേ ഒരു നോളജ് കിട്ടി, ട്രീ ഓഫ് നോളജ് ഇല്ലേ? അവിടെയാണ് ഒരു ലോവർ നോളജിലേക്ക് ആര് പോയി? ഹൗവ പോയി. പക്ഷെ അപ്പോഴും ആരും മിടുക്കനായിരുന്നു? ആദാം. പക്ഷെ ഈ ലോവർ നോളജ് വന്നു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ലോവർ നോളജ്. ഹയർ നോളജ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ സൃഷ്ടിയെ കാണുന്നതും, ലോവർ നോളജിലേക്ക് വന്നാൽ എങ്ങനെ ഒന്നിനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നതുമാണ്. ഇപ്പം നമുക്കെല്ലാം ഉള്ളത് ഏതാ? പറ, ഇപ്പം നമുക്കുള്ളത് ഏതാ? ഹയർ നോളജ് ആയിരുന്നെങ്കിൽ ദൈവത്തെ പോലെ സർവ്വതിനെയും ദൈവത്തിൻ്റെ ചിന്തയിലൂടെ കാണുന്ന മനുഷ്യനായിരുന്നു ആര്? ആദാം. പക്ഷെ ഈ ലോവർ നോളജും ഹയർ നോളജും വന്ന വിജയിക്കുന്നത് ആരാ? ഹയർ നോളജ് അല്ല, ലോവർ. അപ്പോൾ ലോവർ നോളജ് ആരെ കീഴടക്കി? അതുകൊണ്ടാണ് ഒരെണ്ണം ഉണ്ടായാൽ മതി ആ വീട് മുഴുവനും കലഹിക്കുന്നത്. ഒരു നോളജ് മതി. ലോവർ നോളജ് ആയിരുന്നു ആര്? ഹൗവ. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആദത്തിന് ഹയറിന്റെ പ്രകാശമൊക്കെ ഉണ്ട്. പക്ഷെ അവൾ ആരെ കീഴടക്കി? ഇതാ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നേ അല്ലേ? ഈ സാധനം അതിനെയെല്ലാം കീഴടക്കും അച്ഛാന്ന് പല വീടുകളിൽ ഇതാ പറയുന്നത്. പോട്ടെ, അതെനിക്കറിയത്തില്ല. കാരണം എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഈ ലോവർ നോളജായ ഹൗവ ഹയർ പ്രകാശത്തിലിരിക്കുന്ന ആദത്തെയും കൂടി ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു, അങ്ങ് തട്ടിക്കളഞ്ഞു. അപ്പോൾ രണ്ടുപേരും നീ പോയാൽ ഞാനും കൂടെ പോകണമെന്ന് ആരും. ഈ ലോവർ നോളജിൻ്റെ പ്രശ്നം എനിക്ക് നഷ്ടപ്പെട്ടെങ്കിൽ അവൻ്റെയും കൂടെ പോട്ടെന്നുള്ളതാണ്. ഹയർ നോളജിൻ്റെ പ്രശ്നം അവൾക്ക് നഷ്ടപ്പെട്ടുകൂടെ തിരിച്ച്. ഇതാ വ്യത്യാസം. അതുകൊണ്ടാണ് ദൈവം ഹയർ നോളജിൽ നിന്ന് വന്നു പോയതിനെ എല്ലാം വീണ്ടെടുത്തു. ലോവർ നോളജിൻ്റെ പ്രത്യേകത എന്താ? ഈ ആരാണോ നന്നായിരിക്കുന്നത് അതിനെയും കൂടെ ഒന്ന് ഉരുട്ടിയിടണം. അതുകൊണ്ട് ഹൗവായിൽ ഞാൻ കണ്ട ഒരു കാര്യം ഇതാണ്. ഹയർ നോളജുള്ള ആ പ്രകാശമുണ്ടായിരുന്ന, ആദ്യം ഭക്ഷണം കഴിക്കാത്ത ആളാണ് ആദം. ആദത്തെയും കൂടെ പിടിച്ച് അപ്പോൾ പക്ഷേ അതാണ് ആ ബുദ്ധിയുടെ പ്രത്യേകത. ലോവർ നോളജിൻ്റെ പ്രത്യേകത നമ്മളെ പിടിച്ചടക്കാൻ തക്കണം അതിന് കഴിയും. അവിടെയാണ് ആദം പരാജയപ്പെട്ടതെന്ന് നമ്മളവിടെ വായിക്കുക. എന്നാൽ ഇനി ഒരു വേഗത്തിൽ എൻ്റെ ഒരു ചിത്രം കൂടി പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതിലൊരു ചിത്രം നിങ്ങളുടെ മുമ്പിൽ, 3 പരീക്ഷണങ്ങളെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് അവതരിപ്പിക്കുക. കാരണം ബാക്കിയുള്ളവയെല്ലാം കൂടി എനിക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. യേശുക്രിസ്തുവിൻ്റെ 3 പരീക്ഷണങ്ങൾ എന്തായിരുന്നു, അതിൻ്റെ വിജയം എങ്ങനെയാണെന്ന് വേഗത്തിലാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് തിരിച്ചു വന്നപ്പോൾ എന്തു ചെയ്തു? അവന് വിശന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വിശന്നത് എന്തിനാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ദൈവം വിശന്ന് കാണിച്ചത് താൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, വിശന്നില്ലായിരുന്നെങ്കിൽ പിശാച് വരുമോ? ഇല്ല. വിശപ്പുണ്ട്. അപ്പോൾ ആഗ്രഹം നിങ്ങളുടേതാണ്, പിശാചിന് വർദ്ധിപ്പിക്കാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന ഭക്ഷണം, ഇന്ന ഫലം കണ്ടപ്പോൾ ആഗ്രഹം തോന്നി, ഹൗവ പോയി. പക്ഷെ അത് വർദ്ധിപ്പിക്കാൻ ആർക്ക് കഴിയത്തുള്ളൂ? അപ്പോൾ കണ്ണിൻ്റെ ശോഭ ആരുടേതാ? കണ്ണിൻ്റെ, അത് മനുഷ്യൻ്റെതാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ പിശാചിന് നമ്മുടെ മേൽ അധികാരമുള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ നിങ്ങളുടെ മേൽ പിശാച് ഒരിക്കലും. അതുകൊണ്ടായിരിക്കാം മത്തായി ശ്ലീഹ എഴുതിയത് 2 തലത്തിലാണ്. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് പറയാൻ വേണ്ടി അവന് വിശന്നു എന്ന് എഴുതി അല്ലേ? എന്നാൽ അതുപോലെ തന്നെ വിശന്നത് കൊണ്ടാണ് പിശാചിന് വരാൻ കഴിഞ്ഞതെന്നുകൂടി എഴുതി. അപ്പോൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പക്ഷേ അവനോട് എന്താ പറഞ്ഞത്? നീ 40 ദിവസം ഉപവസിച്ച് വന്നവനോട്, കർത്താവിനോട് പറയാണ്, നീ ദൈവമെങ്കിൽ ഈ കല്ലുകൾ. എൻ്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു നമ്മളോട് പഠിപ്പിച്ചത് എന്താണെന്നറിയാം? 40 ദിവസം ഉപവസിച്ച ദൈവത്തിൻ്റെ ശക്തി കേവലം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നീ ഒരിക്കലും ഉപയോഗിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെല്ലാം എന്തിനു വേണ്ടി ഉപവസിക്കുന്നത്? അപ്പോൾ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു, 40 ദിവസം ഉപവസിച്ച ദൈവത്തിൻ്റെ ശക്തി ഞാൻ എൻ്റെ ഒരു ഭക്ഷണത്തിന് വേണ്ടി, എൻ്റെ ഒരു വിശപ്പിന് വേണ്ടി ഉപയോഗിക്കില്ല എന്നതാണ് നമ്മുടെ കഴിവ്. ഒന്നാമത്തെ പരീക്ഷണത്തെ ക്രിസ്തു വിജയിച്ചത്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ നമ്മൾ പ്രാപിക്കുന്നത് കേവലം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കൊച്ചനെ അങ്ങോട്ട് അമേരിക്കയിലേക്ക് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കാനല്ല.
എൻ്റെ മക്കളെ ഇന്ന കാര്യങ്ങൾക്ക് നേടിത്തരണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല, അത് ദൈവകൃപയാ. അതാണ് ക്രിസ്തു പറഞ്ഞത്, എനിക്ക് വിശന്നുവെങ്കിലും ഞാൻ 40 ദിവസം കൊണ്ട് നേടിയ ശക്തി കേവലം ഈ ഭക്ഷണം മേടിക്കാൻ വേണ്ടിയോ ആ വിശപ്പിന് വേണ്ടിയോ ഉപയോഗിക്കുന്നവനാകരുത് എന്നതാണ് കർത്താവിൻ്റെ ദൗത്യം. അതുകൊണ്ട് ഒന്നാമത്തെ പരീക്ഷണത്തെ നിങ്ങളുടെ മുമ്പ് ഞാൻ എളുപ്പത്തിൽ വരച്ചു കാട്ടി. എന്തുവാ? 40 ദിവസം കൊണ്ട് നേടിയെടുത്ത ദൈവത്തിൻ്റെ കൃപ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. രണ്ടാമത്തെ പരീക്ഷണത്തെ വേഗത്തിൽ ഞാൻ പറയുക. എന്താണെന്നറിയാവോ? അവനോട് പറഞ്ഞു, നീ മുകളിൽ നിന്ന് ചാടിയാൽ ദൂതന്മാർ നിന്നെ താങ്ങും. അവിടെയാണ് ക്രിസ്തു അത് സ്വീകരിച്ചില്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? മുകളിൽ നിന്ന് ചാടുമ്പോൾ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നാണ് ചാടുന്നത്. എന്തു പറ്റും? ഇവിടെ ഇരിക്കുന്ന പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ നോക്കുമ്പോൾ ഒരുത്തൻ ചാടുന്നു, അവനെ ദൂതന്മാർ താങ്ങുന്നു. അപ്പോഴത്തൻ അവനെ പിടിച്ചുകൊണ്ട് ദേവാലയത്തിനുള്ളിൽ കൊണ്ടുവരും. ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സർവ്വലോകത്തിനെയും രക്ഷപ്പെടുത്താനാണ്. പിശാചി ചിന്തിച്ച് ഇവനെ ദേവാലയത്തിനുള്ളിൽ തളയ്ക്കുക, അവനെ വലിയ പണിക്കൊന്നും വിടരുത്. അവൻ നാളെ തൊട്ട് പണി തുടങ്ങിയാൽ ഈ പ്രപഞ്ചത്തിൽ പല മാറ്റങ്ങളുണ്ടാകും. അത് മാറാതിരിക്കണമെങ്കിൽ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് ചാടുമ്പോൾ ദൂതന്മാർ താങ്ങുന്നു. അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടുന്നു. അവനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ അവന് പിന്നീട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പിശാചിന്റെ നമുക്ക് ഇതുപോലൊക്കെ ആണെങ്കിൽ നമ്മൾ ചാടിയേനെ. പക്ഷെ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു, ഇങ്ങനെ ചില ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ ചുരുങ്ങരുത്. നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി വിപുലമാണ്. യേശു ക്രിസ്തുവിനെ പിശാച് ആഗ്രഹിച്ചത് ചാടുന്നതല്ല പ്രശ്നം, അവനെ ദേവാലയത്തിനുള്ളിൽ തളയ്ക്കുക. അവൻ സർവ്വ മനുഷ്യർക്കും വേണ്ടി വന്നവനെ കേവലം ദേവാലയത്തിനുള്ളിൽ ചുരുക്കുവാൻ വേണ്ടിയാണ് പിശാച് ആഗ്രഹിച്ചത്. മൂന്നാമത്തെ പരീക്ഷണം എളുപ്പത്തിൽ പറയുക. എൻ്റെ ചോദ്യം ഇതാണ്, സർവ്വ പ്രപഞ്ചത്തെ നിർമ്മിച്ചത് ആരാ? ദൈവം. പക്ഷെ പിശാച് മൂന്നാമത്തെ പരീക്ഷണത്തിൽ പറയുന്നു, ഇതെല്ലാം എൻ്റേതാണ്, ഞാൻ നിനക്ക് നൽകാം. ആര് പറഞ്ഞു? ദൈവമല്ല എല്ലാം സൃഷ്ടിച്ചത്. ഇപ്പോൾ പിശാച് പറഞ്ഞത് എന്താ? ഇതെല്ലാം എൻ്റേതാണ്, ഞാൻ നിനക്ക്. ഇതെങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ച സൃഷ്ടി മുഴുവനും പിശാചിൻ്റെതായത്? വളരെ സിമ്പിളാ. ദൈവത്തിന് സ്വാർത്ഥത ആർക്ക് വരുന്നോ, സ്വാർത്ഥത വരുമ്പോൾ അത് ആരുടെ ഗുണമോ? ദൈവത്തിൻ്റെതാണോ പിശാചിൻ്റെ ആണോ? അപ്പോൾ ആദ്യ മനുഷ്യന് ആദമിന് സ്വാർത്ഥത വന്നതോടുകൂടി, അല്ലെങ്കിൽ പ്രപഞ്ചം നഷ്ടപ്പെട്ടതോടുകൂടി ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കായി? സ്വാർത്ഥത നിറഞ്ഞ ലോകത്തിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? പിശാചിന്. അതുകൊണ്ടാണ് പിശാച് പറഞ്ഞത്, ഇതെല്ലാം എൻ്റേതാണ്, ഞാൻ നിനക്ക് നൽകാം. സ്വാർത്ഥത നിറഞ്ഞ അവൻ പറഞ്ഞു, ഇതല്ല എൻ്റെ ഉത്തരവാദിത്വം. സ്വാർത്ഥത നിറഞ്ഞ പ്രപഞ്ചം മുഴുവൻ ഇപ്പോൾ മനുഷ്യൻ പാപം ചെയ്തതുകൂടി പിശാചിൻ്റെതായി. അതുകൊണ്ട് പറഞ്ഞു ക്രിസ്തു അതിനെ അതിജീവിച്ചു, നീ എന്നെ ആരാധിക്കുക, ഞാനാണ് ദൈവപുത്രൻ. അതുകൊണ്ട് നാം പറഞ്ഞ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടം ക്രിസ്തുവിനോട് ചേർന്ന് ആ പറുദീസായിലേക്ക് ഉയരുവാൻ, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രകാശത്തിൻ്റെ തേജസ്, നമ്മുടെ മുഖത്തിൻ്റെ തേജസ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രകാശം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു യാത്രയാകട്ടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.